മൗലവി പറയുന്നത്, അതിന് മൗലവിന്റെ തെളിവ് കേൾക്കണം നിങ്ങൾക്ക്, രസമുള്ള തെളിവാ. മൗലവി പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൗലവിന്റെ സമർത്ഥനവും കേൾക്കണല്ലോ. മൂപ്പര് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിക്ർ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഈ ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ഒരു സഹാബി അതിങ്ങനെ മനപ്പാടമാക്കുകയാണ്. അപ്പൊ ആ സഹാബി വബി റസൂലിക അല്ലദീ അർസൽത എന്ന് ചൊല്ലി. റസൂൽ പറഞ്ഞില്ല, അങ്ങനെയല്ല, വബിനബിയിക അല്ലദീ അർസൽത എന്നാ ഞാൻ പറഞ്ഞു, അങ്ങനെ ചൊല്ലണം. ഈ ഹദീസ് ഞങ്ങളൊക്കെ കണ്ടതാണ്, ഞങ്ങളെ ഉസ്താദുമാരും കണ്ടതാണ്, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു കണ്ടതാണ്, എല്ലാവരും കണ്ടതാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മൗലവി പറയാണ്, കണ്ടോ, മുഹമ്മദ് നബി നബീക എന്ന് പറഞ്ഞിട്ട് റസൂലിക എന്ന് പറഞ്ഞപ്പോ അർത്ഥത്തിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ വേണോന്ന് നബി പറഞ്ഞില്ലേ? അപ്പൊ നബി പഠിപ്പിക്കാത്തത് കൽപ്പിക്കാത്തത് ചൊല്ലിക്കൂടാന്ന് മനസ്സിലായില്ലേ? ഇതാ കണ്ടുപിടുത്തും. ഓ മൗലവി, എന്തൊരു വിവരക്കേടാണ് ഈ ഇജ്തിഹാദ്! എന്തേ അള്ളാഹുവിന്റെ റസൂൽ ഒരു വാചകം പഠിപ്പിച്ചാൽ അത് മാറ്റരുത് എന്ന് പറഞ്ഞാൽ ആ വാചകം ചൊല്ലുമ്പോൾ മാറ്റരുത്, ആ ദിക്ർ ചൊല്ലുമ്പോൾ മാറ്റരുത് എന്നാണ്. വേറെ ഒരു ദിക്ർ ചൊല്ലിക്കൂടെന്നല്ല. അതുകൊണ്ടാണ് അവിടെ ഒബിനബീക എന്ന് പറയാൻ പറഞ്ഞത്. നേരെ മറിച്ച് വാരിദല്ലാത്ത ദിക്ർ, പ്രത്യേകം ഹദീസിൽ വന്നിട്ടില്ലാത്ത ദിക്ർ ചൊല്ലിക്കൂടാ എന്നതിനർത്ഥമില്ല. ഏതുപോലെ സുബ്ഹി നിസ്കാരം 2-ൽ കൂടുതൽ റകഅത്ത് നിസ്കരിക്കരുത്, സുബ്ഹി 2-ൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തലഖായ സുന്നത്ത് 4 റകഅത്ത് നിസ്കരിച്ചുകൂടാന്നാണോ? മുത്തലഖായ സുന്നത്ത് 6 റകഅത്ത് നിസ്കരിച്ചുകൂടാന്നാണോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഉസ്താദുമാരിൽ കിതാബ് ഓതി പഠിക്കണ്ടേ? അതൊക്കെ ഓതി പഠിക്കണം. എങ്ങനെയാ കിതാബ് മനസ്സിലാക്കേണ്ടത്? മനസ്സിലാകുന്നില്ലെങ്കിൽ ഉസ്താദുമാരോട് ചോദിക്കണം. പക്ഷെ ഉസ്താദ് എന്റെ കേസറ്റാണല്ലോ, ചോദിച്ചാ മറുപടി കിട്ടൂല, എന്നോട് ചോദിച്ചാ കുറവാകുമല്ലോ. അതുകൊണ്ട് മൗലവി ചോദിച്ചു പഠിച്ചില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ് മൗലവിന്റെ വാചകം. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. മൗലവി പറയുന്നത് ഇതാ കൽപ്പിക്കാത്തത് ചൊല്ലാൻ പറ്റൂല. എന്റെ യുഗത്തിൽ റാത്തീബ് ചൊല്ലുന്നതിന് ഗതി എന്താണ്? എന്നിട്ട് പിന്നെ നാരിയത്ത് സലാത്തിനെ വിമർശിക്കുന്നു. ഇതൊക്കെ ഞാൻ കേൾപ്പിക്കാൻ പോവാണ്, കേട്ടോളൂ. നിങ്ങളോട് പറയുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലാത്തത്, അതിൽ പെടാത്തത് വല്ലതും പുതിയതായി കൊണ്ടുവന്നാൽ കൊണ്ടുവന്നവനെയും തള്ളിക്കോ, അവൻ കൊണ്ടുവന്ന ആശയത്തെയും തള്ളിക്കോ. കാരണം മൻ അമല അമിലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ആ അമൽ ചെയ്യണമെന്ന് നമ്മുടെ കൽപ്പനയില്ല. ആരാ പറയുന്നത്? റസൂലുള്ളാഹ്. നാം കൽപ്പിക്കാത്തൊരു അമൽ ആരെങ്കിലും ദീനിന്റെ പേരിൽ ചെയ്താൽ അത് തള്ളണം എന്നല്ലേ റസൂലുള്ളാഹ് പറയുന്നത്? നിങ്ങൾ നോക്കവരെ, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് റസൂലുള്ള പഠിപ്പിച്ച ഒരു പദത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല എങ്കിൽ റസൂലുള്ള പഠിപ്പിക്കാത്ത ദിക്റുകൾ ചൊല്ലുന്നവന്റെ ഗതി എന്ത്? റസൂലുള്ള പഠിപ്പിച്ച ദിക്റിൽ അർത്ഥത്തിലൊന്നും വലിയൊരു വ്യത്യാസമില്ലാതെ ഒരു പദം ചെറുതായിട്ട് നബി എന്ന പദത്തിന്റെ സ്ഥാനത്ത് റസൂൽ എന്ന പദം വന്നപ്പോഴേക്ക് ലാ എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിക്കൊണ്ട് റസൂലുള്ള ഒബിനബീകല്ലദീ അർസൽത എന്ന് തന്നെ ചൊല്ലിക്കോ എന്ന് വസിയത്തും നിർദ്ദേശവും കൊടുത്തുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് അറിയാത്ത റാത്തീബ് ചൊല്ലുന്ന മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യ, റാത്തീബ് ചൊല്ലുന്ന മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യ, നിങ്ങൾ റാത്തീബ് മുസ്ലിം അല്ലാതായി പറയുന്നത്, റാത്തീബ് ചൊല്ലുന്ന മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യ എന്താണ് മൗലവി? ഞങ്ങൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നു, അതിലെന്താ ഉള്ളത്? സൂറത്തുൽ ഫാത്തിഹ. അത് തെറ്റാണ് എന്ന് ഏത് ഖുർആനിലാ ഉള്ളത് മൗലവി? പിന്നുള്ളത് എന്താണ്? ആയത്തുൽ കുർസി. അത് തെറ്റാണ് എന്ന് എവിടെയാ മൗലവി? പിന്നുള്ളത് സൂറത്തുൽ ബഖറന്റെ അവസാനം. അത് പാടില്ല എന്ന് എവിടെയാ മൗലവി? പിന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അത് മൗലവി ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റല്ലേ? പിന്നുള്ള ഓരോ ദിക്റും നിങ്ങളൊന്ന് നോക്ക്. ഹദാദ് റാത്തീബിൽ എവിടെയാ കുഴപ്പം? എന്തേ ഈ മൗലവിമാരോട് ഞാൻ ചോദിച്ചില്ലേ? ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് സുന്ദരമായ ഉന്നതമായ നാമങ്ങളുണ്ട്, ആ നാമം കൊണ്ട് വിളിക്കണം എന്നല്ല പറഞ്ഞില്ലേ?
അതല്ലേ ഞങ്ങൾ റാത്തീബ് ചൊല്ലുമ്പം വിളിക്കുന്നു, യാ റബ്ബു യാ നൂർ യാ ഹഖ്ഖു യാ മുബീൻ. ഇത് അല്ലാഹു ഖുർആനിൽ ഞങ്ങളോട് പറഞ്ഞതല്ലേ. മൗലവി നിങ്ങളെപ്പോഴാ വിളിക്കല്? ഞങ്ങൾ റാത്തീബ് ചൊല്ലുമ്പോ അസ്മാഉൽ ഹുസ്ന വിളിക്കുന്നു. മൗലവിമാരെപ്പോഴാ വിളിക്കല്? അവർക്ക് വിളിക്കാൻ പറ്റൂല. കാരണം എന്താ? ചൊവ്വാഴ്ച വിളിക്കുമ്പോൾ പറയും ചൊവ്വാഴ്ച റസൂൽ വിളിച്ച് ഹദീസിലില്ല. ബുധനാഴ്ച വിളിക്കുമ്പോ അന്ന് വിളിച്ചതുമില്ല. വ്യാഴാഴ്ച നോക്കുമ്പോ അതും ഹദീസിലില്ല. വെള്ളിയാഴ്ച തീരെ ഇല്ല. പിന്നെ വിളിക്കാൻ പറ്റുന്ന ദിവസമുണ്ടോ? ദിവസമില്ല. കാരണം അങ്ങനെ പ്രത്യേകം വിളിച്ചത് എവിടെയുമില്ല. പിന്നെ നിങ്ങൾ ഇത് വിളിക്കലപ്പോഴാ മൗലവി? വിളിക്കണമെന്ന് ഖുർആനിലില്ലേ? വിവരക്കേടല്ലേ? മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. എന്താണ് ആ ഹദീസിന്റെ വ്യാഖ്യാനം? അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലേ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അൽ മുഹ്ദസാത്തുൽ അർബാനി, പുതിയ കാര്യങ്ങൾ രണ്ട് വിധത്തിലുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത പുതിയ കാര്യങ്ങളുണ്ട്. അതിനൊരു തകരാറുമില്ലെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമായ പുതിയ കാര്യങ്ങളുണ്ട്, അത് പാടില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അത് ഈ ഹദീസ് പഠിച്ചിട്ട് തന്നെയല്ലേ പറഞ്ഞത്? മൗലവി റാഫിളിയാക്കൾ നിങ്ങൾ ആശയക്കാരല്ലേ? റാഫിളിയാക്കൾ എന്ന് പറഞ്ഞാൽ സഹാബത്തിനെ തള്ളി പറഞ്ഞവരല്ലേ? ആ റാഫിളിയാക്കൾ സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്ന് വാദിച്ചതും നിങ്ങളെ ഇതേ വാദം തന്നെയല്ലേ? അവർ പറഞ്ഞത് എന്തായിരുന്നു? അവർ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് പുതിയ കാര്യം ചെയ്തു, മുഹമ്മദ് നബി പഠിപ്പിക്കാത്തത് ചെയ്തു. എന്താ ചെയ്തത് എന്നറിയാമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ 30 ഒരു 2 ചട്ടയുടെ ഉള്ളിലായി 30 ജുസുള്ള ഒരു ഖുർആൻ ഒന്നാക്കി മുഹമ്മദ് നബി ഒരു ചട്ടയുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടില്ല. അത് മുഹമ്മദ് നബിയുടെ കാലത്ത് നടന്നിട്ടില്ല. അങ്ങനെയുള്ള മുസ്ഹഫ് നോക്കി അതാ മുഹമ്മദ് നബി ഖുർആൻ ഓതിയിട്ടില്ല. അപ്പരിപാടി ആരംഭിച്ചത് അബൂബക്കറാണ്. അതുകൊണ്ട് അബൂബക്കർ മുഹമ്മദ് നബി കൽപ്പിക്കാത്തത് ചെയ്തതാണ്. അതുകൊണ്ട് മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അതേ ദീനിൽ ഇല്ലാത്തത്, മുഹമ്മദ് നബി പഠിപ്പിച്ചതിൽ പെടാത്തത് പുതുതായി ഉണ്ടാക്കിയ അബൂബക്കർ സിദ്ദീഖിനെ തള്ളേണ്ടതാണ്. അബൂബക്കറിന്റെ 30 ജുസുള്ള മുസ്ഹഫും തള്ളേണ്ടതാണ് എന്ന് റാഫിളിയാക്കൾ എന്ന് പറയുന്ന നിങ്ങൾ അപ്പൂപ്പന്മാരെന്നോ ഉപ്പാപ്പമാരെന്നോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, പഴയ പുത്തൻവാദികൾ വാദിച്ചതല്ലേ? ആ വാദം ഇബ്നു ഹജർ അസ്ഖലാനി ബുഖാരിയുടെ സറഹിൽ പറഞ്ഞിട്ടില്ലേ? ആ റാഫിളിയത്തിന്റെ വാദം തന്നെയല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ കൽപ്പിച്ചതും പഠിപ്പിച്ചതും മാത്രമേ പാടുള്ളൂ എന്ന വാദം. അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്ന 4 പ്രമാണത്തിന് അനുകൂലമായി എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിൽ വന്നു? സഹീഹുൽ ബുഖാരി നിങ്ങൾ ഉദ്ധരിക്കുന്നില്ലേ? നിങ്ങൾ ഈ മൻ അഹദസ ഫീ അംരിനാ എന്ന ഹദീസ് ഉദ്ധരിച്ചത് ബുഖാരിയിൽ നിന്നല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് ബുഖാരി എന്നൊരു ഹദീസിന്റെ കിതാബ് ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കിതാബ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? നിങ്ങൾ ഉദ്ധരിച്ച കിതാബ് തന്നെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? അത് പിൽക്കാലത്തുണ്ടാക്കിയതല്ലേ? ഇസ്ലാം ദീനിൽ പിൽക്കാലത്തൊന്നും ഉണ്ടാക്കരുതെന്നാണെങ്കിൽ ആദ്യം ബുഖാരി കൊണ്ടുപോയി ചുട്ടുകരിക്കണ്ടേ? 30 ദിവസമുള്ള മുസ്ഹഫ് കൊണ്ടുപോയി ചുട്ടുകരിക്കണ്ടേ? നിങ്ങൾ എന്ത് മതമാണ് മൗലവി വിവരമില്ലാതെ വിളമ്പാൻ നടക്കുന്നത്? ഇസ്ലാം മതത്തെ കുറിച്ച് വിവരമില്ലാതെ നിങ്ങൾ എന്തിനു പറയാൻ നടക്കണം? ഞങ്ങൾക്ക് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതൊക്കെ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് വിവരം കെട്ട മൗലവിമാരെ പിന്നാലെ നടക്കാൻ മുസ്ലിം സമുദായത്തെ കിട്ടുകയില്ല. ഇക്കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, മൗലവി പറയുന്ന നാരിയത്ത് സ്വലാത്ത് പറ്റൂല, 7 വിധത്തിൽ മാത്രമേ സ്വലാത്ത് പറ്റുള്ളൂ, സയ്യിദിനെ പറയാൻ പാടില്ല. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. കണ്ണൻ ഞാൻ ശേഷം കേൾപ്പിച്ചു തരാം. വന്ന് വിനയത്തോടുകൂടി സ്വഹാബി ചോദിക്കുകയാണ്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ സ്വലാത്തുൽ കമാലിയ ചൊല്ലിക്കോ, നാരിയ സ്വലാത്ത് ചൊല്ലിക്കോ, താജുസ് സ്വലാത്ത് ചൊല്ലിക്കോ, മറ്റേതെങ്കിലും പേരിലുള്ള അഅ്ളമുസ് സ്വലാത്ത് ചൊല്ലിക്കോ എന്നാണെന്നോ മുത്ത് റസൂൽ പറഞ്ഞത്? ആണോ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഖൂലൂ, സഹാബത്തെ നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്.
സ്വലാത്തിന്റെ ഒരു രൂപമാണത്. 7ഓളം രൂപങ്ങളിൽ സഹിഹായ നിലക്ക് സ്വലാത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അത് മറ്റൊരു രൂപമാണ്. അങ്ങനെ 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. കേട്ടില്ലേ? 7ഓളം രൂപമുണ്ട്. അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനില്ല. അവിടെ സയ്യിദിനെ കൂട്ടിയിട്ട് സലാത്ത് ചെല്ലാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ നാരിയത്ത് സലാത്ത് പറ്റൂല, പിന്നെ അളമു സലാത്ത് പറ്റൂല, അങ്ങനത്തെ ഒന്നും പറ്റൂല. 7 രൂപത്തിൽ ഏതെല്ലാം പാടുള്ളൂ എന്നാണ് ഇപ്പൊ മൗലവി പറഞ്ഞത്. മൗലവി ഞാൻ ഏത്തടിക്കാൻ പോവാണ്, ശരിക്കും കേട്ടോളി. ഈ വിഷയം ഈ രൂപത്തിൽ ഞാൻ വേറെ എവിടെയും പ്രസംഗിച്ചിട്ടില്ല. അതിവിടെ ആദ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ബഹ്റൈനിലെ CD ഇപ്പൊ അടുത്ത എനിക്ക് കിട്ടിയതോ, ഈ ഓരോ CD എന്റെ കൈ കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം. ഈ മൗലവി പ്രസംഗിച്ച ഓരോ CD ഉടനെ മൗലവിമാര് മുക്കിക്കോ. CD രംഗത്തുണ്ടോ ഞാൻ പിടിക്കും, ഇൻഷാ അല്ലാഹ് പിടിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്. ഇയാളിപ്പോ പറഞ്ഞത് എന്താണ്? സയ്യിദിനെ പറ്റൂല, പിന്നെ നാരിയത്ത് സലാത്ത് പറ്റൂല. അതിനെപ്പറ്റി അവരെ പുസ്തകത്തിൽ നിങ്ങളെ ഈ ഭാഗത്തുനിന്ന് മുജാഹിദോയ മുസ്ലിയാരുണ്ട്, അയാൾ പറയും നാരിയ സലാത്ത് എന്നാ പറഞ്ഞത്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി നാദാവൃത്ത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നേർച്ച ഇങ്ങനെ തരുന്ന നേർച്ച ലാസ്റ്റ് വാങ്ങിക്കോളാം. ഞാൻ എന്റെ പ്രസംഗം നടത്തട്ടെ, നേർച്ചയിൽ പിന്നെയും വാങ്ങാം. നേർച്ച ചെയ്തവരുണ്ടെങ്കിൽ എപ്പോ കൊടുത്തൂടെ അവർക്ക്, ഞാൻ ലാസ്റ്റ് വാങ്ങിക്കോളാം. ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കുക, നേർച്ച പൈസ ഒക്കെ വാങ്ങിച്ചോളാം. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്ക്. ഈ നാരിയത്ത് സലാത്തിനെ ഇയാൾ എതിർത്തല്ലോ, അതുപോലെ സയ്യിദിനെ പറയരുതെന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ അതിനെ സംബന്ധിച്ചാ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നാദാപുരത്തെ എന്റെ CD-യിൽ കാണിച്ചിട്ടുമുണ്ട്. മുജാഹിദിന്റെ പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുൽ ഉലമ പുറത്തിറക്കിയ അൽ വിലായത്തു വൽ കറാമ, അതിൽ അവര് ചൊല്ലിയ സലാത്ത് മൗലവിമാര് മറുപടി പറയണം. ഈ ഒരു മൗലവി മാത്രം പോരാ, ജീവനോടെ വല്ല മൗലവിമാരും ബാക്കിയുണ്ടെങ്കിൽ ഓരോ മൗലവിമാരും ഈ മൗലവിക്ക് വേണ്ടി മറുപടി പറയണം. ഇല്ലെങ്കിൽ ഈ മൗലവിയെ പിടിച്ചു പുറത്താക്കണം. നിങ്ങളെ ഈ മൗലവിനെയും കൊണ്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എലിപ്പെട്ടിയിൽ എലിയെ പിടിച്ചിട്ടിട്ട് ഈർക്കിലി കൊണ്ട് കുത്തിയിട്ട് കുട്ടികൾ കളിപ്പിക്കാറില്ലേ, അതുപോലെ മൗലവിയെ ഞാൻ കുത്തുന്നത് നോക്കിക്കോ. ശരിക്കും മനസ്സിലാക്കി. സയ്യിദിനെ പറ്റൂല അല്ലേ, നാരിയത്തു സലാത്ത് പറ്റൂല അല്ലേ. നാദാ കേൾക്കേണ്ടത് ഇത് അൽ വിലായത്തു വൽ കറാമ, നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചത്, KM മൗലവി എഴുതിയത്. ഇതിലൊരു സലാത്ത് കാണുന്നു. ഈ സലാത്ത് ചൊല്ലുന്നവന്റെ ഗതി എന്താണ്? നിങ്ങളെ പണ്ഡിത സംഘടനയിലെ ഓരോരുത്തന്റെയും ഗതി എന്താണ്? അതേ പഠിപ്പിക്കാത്ത 7 രൂപമല്ലേ പറ്റൂ, 7 രൂപമല്ലേ പറ്റൂ. കേട്ടോളൂ, എന്താ സലാത്ത്? വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇതെന്റെ നാദാപുരം CD-യിലുണ്ട്. ഇത് പുസ്തകം നിങ്ങൾക്ക് കാണിക്കുന്നു. ഇവിടെ സയ്യിദിന വന്നല്ലോ. ഒന്ന്. രണ്ടാമത്തത്, ഈ 7 വാചകത്തിൽ ഇത് പെട്ടിട്ടുണ്ടോ? നിങ്ങളെ കേരള ജമിയത്തുൽ ഉലമ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കൊടുത്ത ഈ സലാത്ത് റസൂലുള്ള പഠിപ്പിച്ച 7-ൽ പെട്ടിട്ടുണ്ടോ? മൗലവി, അത് നിങ്ങൾ 7 വാചകത്തിൽ കാണിച്ചു തന്നാൽ പേരോടിന്റെ ഈ കൈയിന്റെ ഉൾഭാഗത്ത് നിന്ന് രോമം പറിച്ചു തരും കേട്ടോ. ഇത് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച സലാത്താണ്. ഞങ്ങളെ നാരിയത്ത് സലാത്ത് പറ്റൂല അല്ലേ, അത് നാറിയ സലാത്താണല്ലേ. നിങ്ങളെ ഏറ്റവും വലിയ നേതാവായി നിങ്ങൾ പരിചയപ്പെടുന്ന ആളാരാ? ഇബ്നു തൈമിയ്യല്ലേ. ആ ഇബ്നു തൈമിയ്യെ സംബന്ധിച്ച് ഖുർആൻ പോലെയാണ് എന്ന് നിങ്ങളെ വിചിന്തനത്തിലില്ലേ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഇബ്നു തൈമിയ്യ ചൊല്ലിയ സലാത്താണ്. ഇബ്നു തൈമിയ്യ ചൊല്ലിയ സലാത്താണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ കുല്ല വഖ്തിൻ വഹീൻ ആമീൻ. ഇത് ഇബ്നു തൈമിയ്യന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലുള്ള സലാത്ത്. ഇത് 7 സലാത്തിൽ പെട്ടിട്ടുണ്ടോ മൗലവി? കാണിച്ചു തരുമോ മൗലവി? ഇബ്നു തൈമിയ്യ, അതേ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ
ഗതി എന്താണ് എന്നല്ലേ ചോദിക്കേണ്ടത്? ഞാനത് ചോദിക്കുന്നില്ല. നിങ്ങൾക്കല്ലേ ഇമാമിങ്ങളെ ഗതി എന്താണെന്ന് ചോദിക്കുന്ന ഏർപ്പാട്, പണ്ഡിതന്മാരെ ഗതി എന്താണെന്ന് ചോദിക്കുന്ന ഏർപ്പാട്. ഓ മൗലവിമാരെ, ഇനി അതേ സിറാത്തുൽ മുസ്തഖീമിൽ വേറൊരു സലാത്ത്. അതെന്താ? സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തസ്ലീമൻ കസീറാ. ആ സലാത്ത് ഏഴിൽ പെട്ടിട്ടുണ്ടോ മൗലവി? ഏഴിൽ പെടാത്ത സലാത്ത് ഇബ്നു തൈമിയ്യ ചൊല്ലിയാൽ അതിന് തകരാറില്ല. ഞങ്ങൾ ചൊല്ലിയാൽ ഏഴിൽ പെടാത്ത പറ്റൂല. ഇതെവിടുത്തെ മതമാണ് മൗലവിമാരെ? എനിക്ക് കാണിക്കാൻ പോകുന്നത് ഇബ്നു അബ്ദുൽ വഹാബ്. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ സലാത്ത്, ആ ഇബ്നു അബ്ദുൽ വഹാബിന് ആദാബുൽ മസീഹ് ഇല സ്വലാത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥമില്ലേ, ആ കിതാബ് അയാൾ എഴുതുമ്പോൾ സലാത്ത് എഴുതിയില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങളൊരു സലാത്ത് കൂട്ടിച്ചേർത്തില്ലേ? എന്താ സലാത്ത്? വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തമസ്സക ബിഹുദാ. ഇത് നിങ്ങളെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആദാബുൽ മസീഹ് സ്വലാ എന്ന കിതാബിൽ കാണുന്ന സലാത്ത്. ഈ സലാത്ത് റസൂലുള്ള ചൊല്ലിയതായി ഉണ്ടോ മൗലവി? ഉണ്ടെങ്കിൽ അതാ കാണേണ്ടത്. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തില്? ആൺകുട്ടികളെയാ കാണേണ്ടത്. സുല്ലമിച്ചിനെയും കൂട്ടിയിട്ട് ഇങ്ങ് വരണ്ട. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തില്? സലാത്തിന്റെ വാചകത്തെ കുറിച്ച് തന്നെയാകട്ടെ ഒരു ചർച്ച. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ സാധാരണ പറയാറില്ലേ, മക്കയിലും മദീനയിലും ഒക്കെ ജീവിച്ചിട്ട് അവിടുത്തെ മുഫ്തിയായിരുന്ന ഇബ്നു ബാസ് എന്ന് പറയുന്ന പണ്ഡിതൻ, നിങ്ങളെ സലഫി പണ്ഡിതന്മാരെ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ മഹത്വം പറയുന്ന പണ്ഡിതനല്ലേ ഇബ്നു ബാസ്? അദ്ദേഹമല്ലേ സഹോദരന്മാരെ നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്ത ഇബ്നു ബാസ്? ആ ഇബ്നു ബാസിന്റെ ഗ്രന്ഥമല്ലേ? ആ ഗ്രന്ഥത്തിൽ എന്താണ്? സലാസു റസാഇല ഫി സ്വലാത്ത്. ഇതിൽ എന്താണ് അയാൾ കൊടുക്കുന്ന സലാത്ത്? കേട്ടോളൂ. കൈഫിയത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സലാത്ത് ഏഴിൽ പെട്ടിട്ടുണ്ടോ മൗലവി? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു സലാത്ത് പെട്ടിട്ടുണ്ടോ? ഏഴിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് കാണിക്കേണ്ടത്. ഇനി ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ ഇപ്പോ അറേബ്യയിലുള്ളതും അവരുടെ നേതാക്കളായി പരിചയപ്പെടുത്തിയവരുടെയും സലാത്താണ്. ഇനി കേരള മൗലവിമാരെ സലാത്ത് പണ്ഡിത സംഘടനയുടേതാണ്. നേരത്തെ ഞാൻ കാണിച്ചത് മുജാഹിദുകൾ കൂടിയിട്ട് ഒരു ഖുർആൻ പരിഭാഷ ഇറക്കി. കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ മുഹമ്മദ് അമാനി മൗലവി എഴുതിയത്. അതിലുണ്ടല്ലോ ഞാനൊരു സലാത്ത് കാണുന്നു. ആ സലാത്ത് ഏഴിൽ പെട്ടിട്ടുണ്ടോ മൗലവി? 7 സലാത്തല്ലേ പറ്റുള്ളൂ. നിങ്ങളെ ഖുർആൻ പരിഭാഷയിലുള്ള സലാത്ത് കേട്ടോളൂ. എന്താ സലാത്ത്? والصلاة والسلام على رسوله الكريم نبينا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق وأنزل عليه الكتاب ولم يجعل له عوجا وعلى آله وأصحابه ومن اقتدى بهم بإحسان. اللهم علمنا السداد ووفقنا للصواب والرشاد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ولا حول ولا قوة إلا بالله. ഇങ്ങനൊരു സലാത്ത് നിങ്ങളെ ഖുർആൻ പരിഭാഷയിൽ കാണുന്നുണ്ടല്ലോ. ഇങ്ങനൊരു സലാത്ത് ഏഴിൽ പെട്ടിട്ടുണ്ടോ മൗലവി? ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വലിയ രസമാണ്. മുജാഹിദിന്റെ മരിക്കുന്നവരെ പ്രസിഡന്റും സെക്രട്ടറി എന്തൊക്കെയോ ആയിട്ട് അവസാനം ജീവൻ പോയ മൗലവിയല്ലേ KP മുഹമ്മദ് ബിൻ അഹമ്മദ്. ആ KP മുഹമ്മദ് ബിൻ അഹമ്മദ് മുജാഹിദിന്റെ ലെറ്റർ പേഡിൽ ഒപ്പിട്ട് കൊടുത്ത സലാത്ത്. എന്താ സലാത്ത്? കേട്ടോളൂ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇങ്ങനൊരു സലാത്ത് 7 സലാത്തിലുണ്ടോ മൗലവി? ബഹ്റൈനിൽ പോയിട്ട് ചോന്ന തട്ടവും ഇട്ടിട്ട് ബഹ്റൈനിലെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സാധാരണക്കാരെ വഞ്ചിച്ച മൗലവി 7 സലാത്തല്ലാതെ പാടില്ല എന്ന് പ്രസംഗിച്ചിട്ട് CD ഇറക്കിയിട്ട് പൈസ തട്ടുന്ന മൗലവി, പലിശ വാങ്ങുന്ന മൗലവിമാരെ, സകാത്തിന്റെ പൈസ വാങ്ങിയിട്ട് അതേ പ്രിന്റിംഗ് ചാർജ് കൊടുക്കുന്ന മൗലവിമാരെ, എന്റെ ചോദ്യമാണ്, നിങ്ങൾ ലെറ്റർ ഹെഡിൽ ഒപ്പിട്ട് കൊടുത്ത സലാത്ത് അത് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കാണിക്കാൻ കഴിയുമോ? എന്നാ സഹോദരന്മാരെ, നാരിയത്ത് സലാത്തിൽ നാറുന്ന വാചകമുണ്ടോ? ഞാൻ അതിനെ സംബന്ധിച്ച് നാദാവിരുദ്ധ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടോളൂ. ഒക്കെ ഇന്ന് തന്നെ പറയുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു നീണ്ട സലാത്ത് നമ്മളെ പഠിപ്പിച്ചു. ആ സലാത്ത് എന്തൊരു സലാത്താണ്,
എത്ര നീണ്ടതാണ്. അതിൽ ശഫീ ഇമാം റളിയല്ലാഹു അൻഹു നാരിയത്ത് സ്വലാത്തിൽ പറഞ്ഞ മുഴുവൻ ആശയങ്ങളും അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽട്ടില്ലേ. അത് ഞാൻ എന്റെ നാദാവൃത്ത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സ്വലാത്ത് ഫസല്ലല്ലാഹു അലാ നബിയിനാ കുല്ലമാ ദക്കറഹു الذاكرون وغفل عن ذكره الغافلون وصلى عليه في الأولين والآخرين أفضل وأكثر وأزكى ما صلى على أحد من خلقه وزكانا وإياكم بالصلاة عليه. നബിയുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് അല്ലാഹ് എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള വല്ലാത്ത സ്വലാത്ത്. അഫ്ളല മാ സക്കാ അഹദൻ മിൻ ഉമ്മത്തിഹി ബിസ്സലാത്തിഹി അലൈഹി വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാഹു അല്ലാഹു അന്നാ അഫ്ളല മാ ജസാ മുർസലൻ അൻ മൻ മുർസില ഇലൈഹി ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക. സലാത്തിന്റെ ഇടയ്ക്ക് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നോക്ക്. റസൂലുള്ള മുഖേനയാണ് നാശത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയത്. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും നല്ല സമുദായമാക്കിയത് റസൂലുള്ള മുഖേനയാണ്. ദാഇനീന ബിദീനിഹി അല്ലദീ ഇർതളാ വസ്തഫാ ബിഹി മലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹു തിരഞ്ഞെടുത്തത് മുഹമ്മദ് നബി മുഖേനയാണ്, മുഹമ്മദ് നബി മധ്യവർത്തിയായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖി, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കല്ലാഹ് അനുഗ്രഹം കൊടുത്തോ അവർക്ക് മുഴുവനും അനുഗ്രഹം കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മധ്യവർത്തിയായിട്ടാണ്, റസൂലുള്ളാഹി മുഖേനയാണ്. ഫലം തുംസിബിനാ നിഅമത്തുൻ ലഹറത് വലാ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ദുനിയാവിലോ ദീനിലോ മനുഷ്യർക്കാകട്ടെ ജിന്നുകൾക്കാകട്ടെ മലക്കുകൾക്കാകട്ടെ ആർക്ക് എന്തൊരു ഗുണം കിട്ടിയിട്ടുണ്ടോ, ആർക്കെന്തൊരു മുസീബത്ത് തടുക്കപ്പെട്ടു പോയിട്ടുണ്ടോ, അതിന്റെ എല്ലാം കാരണക്കാരൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. എല്ലാ അനുഗ്രഹത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ. സലാത്തിന്റെ ഇടയ്ക്ക് റസൂലുള്ളാഹിന്റെ മഹത്വം ഇങ്ങനെ പറയാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അൽ ഖായിദു ഇലാ ഖൈരിഹാ വൽ ഹാദി ഇലാ റുസ്ദിഹാ അദ്ദാഇദു അനിൽ ഹലക, നാശത്തിൽ നിന്ന് തടുക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുജാഹിദേ, നിന്റെ ഭാഷയിൽ ശാഫി ഇമാം മുശ്രിക്കല്ലേ? കാരണം ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹലാക്കിൽ നിന്ന് തടുക്കുന്ന ആളെന്നല്ലേ. വമബാരിദു സൗഫി ഖിലാഫിർ റുശ്ദി അൽ മുനബ്ബിഹു ലിൽ അസ്ബാബ് التي تورد الهلكة القائم بالنصيحة بالإرشاد والإنذار فيها. فصلى الله على محمد وعلى آل محمد كما صلى على إبراهيم وعلى آل إبراهيم إنه حميد مجيد. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സലാത്ത് ഏഴിന്റെ കൂട്ടത്തിലുണ്ടോ മൗലവി? മൗലവി നാദാവൃത്തെന്ന് പറഞ്ഞില്ലേ? ശാഫി ഇമാമിന്റെ വിവരം, ശാഫി ഇമാമിനെ കാണും വിവരമുള്ള ആള് ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പേരോട് എന്നെ കൊണ്ട് വെറുതെ പറഞ്ഞതാണ്. ശാഫി ഇമാമിനെ കാണും വിവരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മൗലവി പറഞ്ഞില്ലേ? എന്നാ മൗലവി വിവരക്കേടെന്തിന് വിളമ്പാൻ നടന്നു? നിങ്ങളല്ലേ 7 സലാത്തല്ലാതെ ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സലാത്ത് 7-ൽ പെട്ടിട്ടുണ്ടോ മൗലവി? വിവരമില്ലാതെ താടി കാണിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണോ? ബഹ്റൈനിൽ ചെന്നിട്ടൊരു ചോന്ന സാലും ഇട്ടിട്ട് റസൂലുള്ളാഹിന്റെ സലാത്ത് മുടക്കാൻ പ്രസംഗിക്കുകയാണോ? റാത്തീബ് മുടക്കാൻ പ്രസംഗിക്കുകയാണോ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, മൗലവിനെ അകത്തടിക്കാൻ പോവാണ്. 7-ൽ പെടാത്ത സലാത്ത് മൗലവിന്റെ നാവ് കൊണ്ട് ചെല്ലിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ? 7 സലാത്തേ പാടുള്ളൂ എന്ന് പറഞ്ഞില്ലേ? നാ മൗലവിനെ കൊണ്ട് ഇപ്പം ചെല്ലിക്കും ഞാൻ. എന്ത് 7-ൽ പെടാത്തൊരു സലാത്ത് കേട്ടോളി, മൗലവിന്റെ നാവും വന്ന് എന്നെ. وصلى الله على خير خلقه نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. മൗലവിനോട് ചോദിക്കട്ടെ, മറ്റുള്ള മൗലവിമാര് മുജാഹിദീങ്ങൾ ചോദിക്കട്ടെ മൗലവിയോട്, നിങ്ങളല്ലേ 7 സലാത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്, ഇങ്ങനൊരു നിങ്ങൾ ചൊല്ലിയ സലാത്തുണ്ടോ എന്നൊന്നും ചോദിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. കേട്ടില്ലേ? അപ്പൊ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് അയാളെ നാവുകൊണ്ട് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സലാത്ത് ആ 7-ൽ പെട്ടിട്ടുണ്ടോ? നിങ്ങളൊരു 7 പറഞ്ഞില്ലേ? അതിൽ ഇതുണ്ടോ? ഇല്ല, ഇതും ഇല്ല. അപ്പൊ 7-ൽ പെടാത്ത സലാത്ത് പാടില്ല എന്ന് പറഞ്ഞ മൗലവിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന് പറയിച്ചു.
മൗലവി പറയുന്നു, നിങ്ങളെല്ലാരും ഓ മുസ്ലിമീങ്ങളെ നിങ്ങളൊക്കെ സലാത്ത് ചൊല്ലിക്കോ. മൂപ്പര് ചെല്ലൂല. അതാ എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, കേട്ടോളി. ഓ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, എൻ്റെ സഹോദരീ സഹോദരന്മാരെ, എവിടെ വെച്ചും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്തിനെ ചോദിച്ചോളൂ. അത് കഴിഞ്ഞില്ലേ, നിങ്ങൾ സ്വലാത്തിനെ ചോദിച്ചോളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വന്നറിയോ, നിങ്ങൾ ക്ഷമിച്ചിരിക്കണം. 3.5 മിനിറ്റ് പ്രസംഗം മൗലവിന്റെ 44 പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അയാൾ പറയും. 3.5 മിനിറ്റ് പ്രസംഗം, കൂടിയ 4 മിനിറ്റ്. 44 പ്രാവശ്യം പറയും റസൂലുള്ളാഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാചകങ്ങള്, ഈ പേരുകള് ആവർത്തിച്ച് 44 പ്രാവശ്യം ആളെ നാവുകൊണ്ട് പറയും. നിങ്ങൾ എണ്ണിക്കോ. ഒരൊറ്റ പ്രാവശ്യം ആൾ സലാത്ത് ചൊല്ലൂല. സലാത്ത് ചൊല്ലിക്കോ എന്ന് പറയുന്നത് നടപ്പുണ്ടാണ്ട്. ഇത് പരിചയം വേണ്ടേ? ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന സലാത്ത് ചൊല്ലിക്കോന്ന് ചൊല്ലി പരിചയമില്ല. അതുകൊണ്ട് മൗലവി പ്രസംഗം സ്പീഡ് കൂടിയാൽ ഒറ്റ സലാത്ത് ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ ഓരോന്ന് ചൊല്ലുവേ, അതിന് സുന്നികളെ പറ്റിക്കാൻ. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ വന്നത്. നിങ്ങളൊരു 3 മിനിറ്റ് ക്ഷമിച്ചാടിയിരുന്നോളി. മൗലവിന്റെ ഭയങ്കര പ്രസംഗത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, ഞാൻ സല്ലല്ലാഹു എന്റെ വക കൂട്ടുകയാണ്, റസൂലുള്ളാഹി മുഹമ്മദ് നബി എന്നൊക്കെ ഇങ്ങനെ പറയും. ഒറ്റ സലാത്ത് ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ചൊല്ലിക്കോളി എന്നാ പറഞ്ഞു, മൂപ്പര് ചൊല്ലൂല. കേട്ടോളി. എന്നാൽ ഇടയ്ക്ക് ചൊല്ലുവേ ആളുകൾ പറ്റി. കേട്ടോ, ഇതിലില്ല, ഇപ്പറഞ്ഞതിലില്ല. ഈ ഇടയ്ക്ക് അയാൾ 2 പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം വെറുതെ നിങ്ങൾ നേരം പോകണ്ട. ആ റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനല്ലേ റസൂൽ നമ്മളോട് പറഞ്ഞത്? ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനായി തീരുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലുവല്ലേ? ആ റസൂലുള്ളാഹിയുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഏതൊരു കാര്യത്തിലും അവിടുന്ന് എല്ലാ സ്വഭാവവും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് മിസാലുൻ ലിൽ ഫളായിലി, എല്ലാ ശ്രേഷ്ഠതകൾക്കും അവിടുന്ന് മാതൃകയായിരുന്നു, ഉദാഹരണമായിരുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം കാണിക്കാൻ ആ റസൂലുള്ളാഹിയാകുന്ന സൂര്യന്റെ പ്രഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ പ്രവർത്തകന്മാരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാള എന്ന് റസൂലുള്ളാഹിനെ ഞങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? പച്ചക്കള്ളമാ നിങ്ങളാ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ. ഇയാൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ തക്ബീർ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ കാണുമ്പോ റസൂലുള്ളാഹി വരുമ്പോഴൊക്കെ വലിയ തക്ബീർ ചൊല്ലിയെന്നോ സഹാബത്ത്? ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്നും നബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും നബി ഒരിക്കലും ആശിച്ചിട്ടില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. റസൂലുള്ളാഹി അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അമുസ്ലിമീങ്ങൾ അവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് വിനയം കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം വിനയത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയം നോക്കൂ, റസൂലുള്ളാഹിയുടെ വിനയം നോക്കൂ. റസൂൽ എന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കക്കല്ല് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി അങ്ങ് കയറി വരുമ്പോ എഴുന്നേൽക്കുന്നത് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മജ്ലിസിലിരിക്കുന്ന നേരത്ത് ഏതാണ് റസൂൽ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കാണാനും സംസാരിക്കാനും വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, അവിടുത്തോട് 2 വാക്ക് സംസാരിക്കണം, അവിടുത്തിൽ നിന്നൊന്ന് ദീന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളാഹിയും സഹാബത്തും
ഒരുമിച്ചിരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായതുകൊണ്ട്, കാരണം അവിടെ വേഷത്തിൽ ജാടയില്ല, ഇരിപ്പിൽ ജാടയില്ല, ആളുകളുടെ മുമ്പിൽ ജാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് അവരിൽ ഒരുവനായി വിനയത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് എന്ന് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്നു പതിവ്. മൻമിൻകും മുഹമ്മദ്, മൻമിൻകും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സ്വഹാബത്തിരിക്കുന്ന മജ്‌ലിസിൽ വന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം വിനയത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹി ജാടയുടെ ആളല്ല, നിങ്ങൾ ജാടയാണ് കാണിക്കാറുള്ളത്. കേട്ടോ, ഇത്ര പ്രാവശ്യം നിങ്ങളാരോ എണ്ണിയോ? 48, ചുരുങ്ങിയത് 44. ഞാൻ എണ്ണിപ്പോ ചിലപ്പോ കുറവുണ്ടാവും. 48ഓളം പ്രാവശ്യം 4 മിനിറ്റിനകം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞിട്ട് ഒരൊറ്റ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അല്ലെങ്കിൽ ഇയാളൊരു 7 സലാത്ത് ഉണ്ടല്ലോ, എന്നാൽ 7ൽപ്പെട്ട ഒന്നോ ഒരൊറ്റ സലാത്ത് ചൊല്ലാത്ത ഈ മൗലവി ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ വാചകങ്ങൾ കേട്ടില്ല. മുത്ത് മാണിക്കക്കല്ല്, മുത്ത് മാണിക്കക്കല്ല്, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി എന്തൊരു വാചകം. ഞാനിപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചകം ഓർമ്മിക്കുന്നു. ദജ്ജാലൂന കദ്ദാബൂന, കബളിപ്പിക്കുന്നവർ, പാച്ചക്കള്ളം പറയുന്നവർ, മനസ്സിൽ വിശ്വാസമില്ല. വിശ്വാസമുണ്ടെങ്കിലല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയുമ്പോ താനേ സലാത്തങ്ങ് വന്നു പോകൂലേ? ഇടയ്ക്കെങ്ങാനും 1, 2 വിട്ടുപോകൽ നമുക്കും സംഭവിച്ചേക്കാം. പക്ഷെ ഇത് നിങ്ങളൊന്ന് നോക്ക്, എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം സലാത്ത് ചൊല്ലിപ്പോയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ ഒരു ഹദീസിൽ, മാമിൻ നബിയിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിഹി ഇല്ലാ കാന ലഹു ഫീ ഉമ്മത്തിഹി ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ഏതൊരു നബിക്കും ആദ്യകാലത്ത് പൂർണ്ണമായി പിന്തുടരുന്ന അനുയായികൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആദ്യകാലത്തുള്ളവരാണ് മഹാന്മാർ. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സുമ്മ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫ്, പിന്നീടുണ്ടല്ലോ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗം. ആ കക്ഷികൾ ആരാണ്? ഈ മൗലവിന്റെ പാർട്ടിയെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവർ ചെയ്യാത്തത് പറയുന്നവരാണ്. സലാത്ത് ചൊല്ലിക്കോ എന്ന് പറയും, ചൊല്ലൂല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാണ്, യഖൂലൂന മാ ലാ യഫ്അലൂൻ, പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. വയഫ്അലൂന മാ ലാ യുമറൂൻ, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. അതേ, പെണ്ണിനെ പള്ളി കൊണ്ടുപോകാൻ കൽപ്പനയില്ല. അതേ, പള്ളിയിൽ സൗകര്യമുണ്ടെങ്കിലും പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് കന്നുകാലി ചന്തയിൽ പോയിട്ട് പെരുന്നാൾ നിസ്കരിക്കാൻ കൽപ്പനയില്ല. സുബ്ഹാനല്ലാഹ്. ഈദ്ഗാഹ് എന്ന പേരിൽ ഈ മൗലവിമാര്, ഈദ്ഗാഹ് എന്ന പേരിൽ ഈ മൗലവിമാര് സ്കൂളിന്റെ ഗ്രൗണ്ട് ഈദ്ഗാഹാണെന്ന് പറയുന്നു. സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ പേരാണോ മൗലവി ഈദ്ഗാഹ്? പോത്തിനെ കെട്ടുന്ന ചന്തന്റെ പേരാണോ മൗലവി ഈദ്ഗാഹ്? ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ട് വിദേശ നാടുകളിലൊക്കെ ഭരണാധികാരികളുടെ പ്രത്യേകമായ അണ്ടറിൽ, ഭരണാധികാരികളുടെ കീഴിൽ ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരികളുടെ അണ്ടറിൽ, ഇനി കേരളം വിട്ടാൽ മുസ്ലിം കമ്മിറ്റികളുടെ കീഴിൽ പ്രത്യേകം അതാ ഖിബിലയൊക്കെ തിരിച്ച്, മിഹ്റാബൊക്കെ തിരിച്ച്, വളുവെടുക്കാനും നിസ്കരിക്കാനുമുള്ള സൗകര്യം പ്രത്യേകം ബൗണ്ടറി കെട്ടി മുസ്ലിമീങ്ങളുടെ പൊതു അധീനത്തിലുള്ള ചില സ്ഥലങ്ങൾ അതാ ഹനഫി മദ്ഹബുകാർ അവരുടെ മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും അതുപോലെ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ ഒന്നായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയും, അതുപോലെ സഹോദരന്മാരെ പള്ളിയിൽ സ്ഥലമില്ലാതിരുന്നാൽ ഒന്നായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയും അങ്ങനെ പ്രത്യേകം ഈദ്ഗാഹ് എന്ന പേരിൽ സ്ഥലം തയ്യാറ് ചെയ്തിട്ട് വിദേശ നാടുകളിൽ ചില സ്ഥലങ്ങളിൽ നിസ്കാരം നിർവഹിക്കപ്പെടാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അതാ മക്കയിലെ പള്ളിയിൽ സ്ഥലമുണ്ട്, സഹാബത്തിന്റെ കാലത്തും സ്ഥലമുണ്ട്. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ പെരുന്നാൾ നിസ്കാരം മസ്ജിദുൽ ഹറാമിലാണ്.
മാറ്റമില്ല, പള്ളിയിലാണ്. മദീനത്തെ പള്ളിക്ക് അന്ന് വിശാലതയില്ലാത്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് മദീന പള്ളിക്ക് വിശാലതയില്ലാത്തതിനാൽ, എല്ലാവരെയും പെരുന്നാളിന് ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ലാത്തതിനാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭരണാധികാരത്തിന് കീഴിൽ പൂർണ്ണമായി അധികാര സ്വാതന്ത്ര്യമുള്ള പ്രത്യേകമായ പൊതുസ്ഥലത്ത് അൽ മുസല്ല എന്ന പേരിൽ പ്രത്യേകം സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയി പെരുന്നാൾ നിസ്കരിച്ചിരുന്നു. എന്നാൽ മദീന പള്ളി വികസിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ മദീന പള്ളിയിൽ വെച്ച് തന്നെയാണ് നിസ്കാരം നടക്കുന്നത്. പള്ളി വിശാലതയില്ലാത്തത് കൊണ്ടാണ് അന്ന് നിസ്കാരം നടന്നത്. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് തന്നെയാണ് പെരുന്നാൾ നിസ്കാരം പുണ്യമുള്ളതെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാ ഇമാമിങ്ങളെയും കിതാബ് പഠിച്ച ശാഫിഈ മദ്ഹബിന്റെ മുഹദ്ദിറായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞില്ലേ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞില്ലേ. അതിനെതിരായുണ്ടോ ഇമാം ഗസ്സാലി പറയുന്നു, അതിനെതിരായുണ്ടോ മുഹീദ്ദീൻ ശൈഖ് പറയുന്നു. പക്ഷേ അത്തരം പണ്ഡിതന്മാരുടെ പേരിൽ അതാ മൗലവി എന്താണ് മദ്ഹബ് എന്ന് പഠിക്കാതെ, എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ ഇവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഓ മൗലവിമാരെ, പേരോടിന് ഗസ്സാലി ഇമാമിനെക്കാളും വിവരമാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലേ? ഇമാം ഗസ്സാലിയുടെ വാചകം ഇമാം നവവിയെക്കാൾ മനസ്സിലാകുന്നത് സലഫിക്കാളോ? ഓ മൗലവി, ശാഫിഈ മദ്ഹബിലെ ഇമാമിങ്ങളെ വാചകം വിവരിക്കാൻ ഇമാം നവവിയല്ലേ മുസ്ലിം പണ്ഡിതന്മാർ തെരഞ്ഞെടുത്തത്? ആ ഇമാം നവവി പറഞ്ഞതല്ലേ ശർഹുൽ മുഹദ്ദബിലുള്ളത്? അതല്ലേ ഞാൻ എന്റെ ലേഖനത്തിൽ സുന്നി വോയിസിൽ പറഞ്ഞത്? അത് വായിക്കണേ മുസ്ലിമീങ്ങളെ, സുന്നി വോയിസ് വായിക്കണം. ഞാനിനി ഒരു കാര്യം പറയട്ടെ. ഇതാ ഇന്നും മദീനയിൽ ഓ മുജാഹിദ് മൗലവിമാരെ, നിങ്ങൾ പറയാറില്ലേ നിങ്ങളെ ഭരണമാണ് അവിടെയെന്ന്? നാദാപുരത്തിന് ചോദിച്ചില്ലേ, പേരോട് വലിയ വിവരമുള്ള ആളാണെങ്കിൽ ഹറമിൽ എന്തേ ഇമാമാകാത്തത്? ഓ മൗലവി, ഹറമിൽ എന്നെ അങ്ങ് ഇമാമാക്കിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും പറഞ്ഞ് ഇവിടെ നടക്കാമായിരുന്നു അല്ലേ? അത് കാത്തു കഴിയണ്ട. നിങ്ങളെ പോലത്തെ പിടിക്കാൻ തന്നെയാണ് ഞാനിവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഹറമിലെ ഇമാമാക്കിയാൽ അത് സ്വീകരിക്കുകയില്ല. കാരണം നിങ്ങളെപ്പോലത്തെ ആളുകളെ പിടിക്കാൻ ഞാൻ ഇവിടെ തന്നെ വേണം. പിന്നൊരു കാര്യം പറയട്ടെ, കേട്ടാ തോന്നും ഹറമിലെ ഇമാമ് മൗലവിന്റെ ആളാണെന്ന്. മൗലവിന്റെ ആളാണെങ്കിൽ എങ്ങനെ മൗലവി പൊക്കിളിന്റെ മേലെ ഞങ്ങൾ കെട്ടും പോലെ കൈകെട്ടുന്നത്? എങ്ങനെ മൗലവി ജുമാക്ക് 2 ബാങ്ക് വിളിക്കുന്നത്? എങ്ങനെ മൗലവി തറാവി 20 നിസ്കരിക്കുന്നത്? നിങ്ങളെ ആളാണ് ഹറമിലെ ഇമാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തറാവിന്റെ എണ്ണം ഒന്ന് ചുരുക്കുക, അതുപോലെ ജുമാന്റെ ബാങ്ക് ഒന്ന് ചുരുക്കുക. ഓ മൗലവി, ഞാനിത് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയഫ്അലൂന മാ ലാ യുമറൂൻ, കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണവർ. അത് ഈ പുത്തൻവാദികളെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകണം പോൽ. ഓ മൗലവി ശർഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പെരുന്നാളിന്റെ അന്ന് പോലും പെണ്ണിനെ മൈതാനിയിലേക്കായാൽ പോലും കൊണ്ടുപോകാതിരിക്കലാണ് ഉത്തമം, പോകുന്നത് വിരോധിക്കപ്പെട്ട സംഗതിയാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഉമ്മു അത്തിയയുടെ ഹദീസ് കാണാത്ത ആളാണോ ഇമാം നവവി റഹിമഹുല്ലാഹ്? ഇമാമിങ്ങൾ പഠിപ്പിച്ച ദീനും വിട്ടിട്ട് ജാഹിലീങ്ങളെ പിന്നാലെ പോകാൻ ബുദ്ധിയുള്ളവരെ കിട്ടുമോ? എല്ലാ ഉമ്മു അത്തിയന്റെ ഹദീസും കണ്ടവരല്ലേ ഇമാം നവവി? എല്ലാ ഹദീസും കേട്ടവരല്ലേ ഇബ്നു ഹജറുൽ ഹൈതമി? അവരാരും കാണാത്തൊരു പുതിയ മതവും കൊണ്ട് എവിടുന്ന് വന്നു മൗലവി? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫമാ അലിംതു മിൻഹുന്ന ഇംറാഅത്തൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ, രാത്രിയിലോ പകലിലോ ഒരൊറ്റ ജമാഅത്തിനും ഒരൊറ്റ ജുമുഅക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയത് ഞാൻ അറിയുന്നില്ല, ഞാൻ പരിശോധിച്ചിട്ട് കാണുന്നില്ല. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവിടുത്തെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ വിട്ട്, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ വിട്ട്, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ വിട്ട്, ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിട്ടിട്ട് സലഫിമാരുടെ പിന്നാലെ നടക്കാൻ ഞങ്ങൾ വിവരം കെട്ടവരാണോ? അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിക്കുന്നു, യഫ്അലൂന മാ ലാ യുമറൂൻ, കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പുത്തൻവാദികൾ. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അവനോട് കൈകൊണ്ട് സമരം ചെയ്തവൻ ഒരു മുഅ്മിനാണ്. കൈകൊണ്ടുള്ള സമരമാണ് ക്ലിപ്പിംഗ് ഒക്കെ ശരിയാക്കല്, അവിടെ ഇരുന്നിട്ടെടുക്കുന്ന പണിയും അത് തന്നെ, എഴുതുന്ന ലേഖനവും അങ്ങനെ തന്നെ. അതുപോലെ കൈകൊണ്ടെടുക്കാൻ പറ്റുന്ന നിയമപരമായ ജിഹാദ് ഉണ്ടല്ലോ, ആ ജിഹാദാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, കൈകൊണ്ടുള്ള സമരം. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ, അത്തരക്കാർ
ആരോട്? നാവ് കൊണ്ട് സമരം ചെയ്യുന്നവൻ ഒരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ഇനി അഥവാ കൈകൊണ്ട് ലേഖനം എഴുതാൻ അറിയില്ല, നോട്ടീസ് ഒട്ടിക്കാൻ കഴിവില്ല, അതേ റിസാലമാസി കൊണ്ടുപോയി പ്രചരിപ്പിക്കാൻ കൈക്ക് സുഖമില്ല, അല്ലെങ്കിൽ അതാ SSFന്റെ ബുള്ളറ്റിന് എഴുതി വെക്കാൻ കഴിവില്ല, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് ശരീരം കൊണ്ട് കഴിവില്ലെങ്കിൽ, നാവ് കൊണ്ട് പറയാൻ വിവരവുമില്ലെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയൂ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. മനസ്സുകൊണ്ട് വെറുക്കുക, പുത്തൻവാദികളെ വെറുക്കുക, അത് മനസ്സിന്റെ ജിഹാദാണ് കേട്ടോ. അത് ചെയ്താൽ ഒരു മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ. ഇനി അഥവാ മനസ്സുകൊണ്ട് വെറുക്കാനും തയ്യാറില്ലെങ്കിൽ ഈമാനിൽ നിന്നൊരു കടുമണി തൂക്കം ഈമാനില്ലാത്തവനാണ്. പുത്തൻവാദികളായ ഈ കക്ഷികളെ മനസ്സുകൊണ്ട് വെറുക്കാനും തയ്യാറില്ലെങ്കിൽ ഈമാനിൽ നിന്നൊരു കടുമണി തൂക്കമില്ല എന്ന് പറഞ്ഞത് പേരോടല്ല, കാന്തപുരം ഉസ്താദല്ല, EK ഉസ്താദല്ല, കന്യത്ത് ഉസ്താദല്ല, ഉള്ളാളം തങ്ങളല്ല. പറഞ്ഞതാരാണ്? ലോകത്തിന്റെ നേതാവ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ നാവ് കൊണ്ട് കേൾപ്പിക്കുന്നു. സലാത്ത് ചൊല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ആവർത്തിച്ച് 44 48 പ്രാവശ്യം 4 മിനിറ്റിനിടയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഒരൊറ്റ സലാത്ത് നാവ് കൊണ്ട് ചൊല്ലിപ്പോകാതെ ജനങ്ങളെ വഞ്ചിക്കാൻ നടക്കുന്ന ഹുസൈൻ സലഫി, നിങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നിങ്ങളെ നാവ് കൊണ്ട് കേൾപ്പിക്കുന്നു. എന്റെ പേരൊരു മജ്‌ലിസിൽ വെച്ച് പറയുന്നത് കേട്ടിട്ട് എന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവൻ ബഖീല് തന്നെ, ബഖീല് തന്നെ, പിശുക്കനാണെന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സലാത്ത് ചൊല്ലാത്തവൻ അവൻ തുലയട്ടെ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് മൗലവിയുടെ വാചകത്തിലാണ് കേൾപ്പിച്ചത്. ഗണ്ണന പ്രസംഗത്തിന് ഇറങ്ങിയതല്ലേ മൗലവി? ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ ഗണ്ണനത്തിന്റെ ലദ്ദത്ത് പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഞാനത് നിങ്ങളോട് നേരത്തെ നാദാപുരത്ത് വെച്ച് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നാദാപുരത്ത് കൊല്ലത്തേക്ക് ഒളിച്ചോടാ പോകാമെന്നാണോ കരുതിയത്? അങ്ങനെയൊന്നും അങ്ങ് പോകാൻ പറ്റില്ല മൗലവി. എന്നാ നിങ്ങളറിയോ, ഈമാനുള്ളവർ നിങ്ങളെ കൂട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഈമാനുള്ളവർ മുജാഹിദിന് രാജിവെച്ച് തുടങ്ങി കേട്ടോ. അതിൽ ഒരു മൗലവിയെയാണ് എനിക്ക് കാണിക്കുന്നത്. ഈ അടുത്ത് രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന മൗലവി, അയാളെ അനുഭവം പറയുന്നു. മുജാഹിദിന്റെ നേതാവ് അബ്ദുർ റഷീദ് മൗലവി, അയാളെയാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. അയാളെ വാക്കും കേട്ടോളൂ. വെക്കുമോനെ, വലിയൊരു കൂടെ ഏറ്റവും വലിയൊരു കാര്യം വളരെ പ്രധാനമായി പറയാനുള്ളത്, എൻ്റെ ഭാര്യയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു സ്ത്രീയാണ്. ഒരുപാട് ദവാ സ്ക്വാഡുകൾ ഉണ്ടാക്കിയിട്ട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് നേതൃത്വത്തിൽ മുജാഹിദിന് വേണ്ടിയിട്ട് അവർ പല സ്ത്രീകളുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അതിനുള്ള വിജ്ഞാനങ്ങളൊക്കെ പഠിക്കുകയും ഞാനൊക്കെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് മാറി എന്നറിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞെട്ടിയത് എൻ്റെ ഭാര്യ തന്നെയാണ്. അതൊരു ഷോക്ക് തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തീരെ മിണ്ടുന്ന പരിപാടി തന്നെയില്ല. കാരണം വെച്ചാൽ അത്രത്തോളം എഫക്റ്റ് ആയിട്ടുണ്ട് അവർ. എന്നിട്ട് അവർ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കൂടെയാണോ പോകുന്നത്? ഇതെന്ത് അത്ഭുതമാണ്. ഇത് ചോദിച്ചു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുശ്രിക്കീങ്ങളല്ലേ അവരെ കൂട്ടത്തിൽ അങ്ങനെ നിങ്ങൾ ചേരല്? അപ്പം നിങ്ങൾക്ക് അങ്ങനെ സൗകര്യമുണ്ടെങ്കിൽ പോയിക്കോളൂ, നമ്മൾ പ്രതീക്ഷിക്കണ്ട. തുറന്നു പറഞ്ഞതാണ് അവർ. കാരണം ഞാൻ ഈ കാര്യം പറയുന്നത് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായി പഠിക്കാൻ വേണ്ടിയിട്ട് അനുഭവം സത്യസന്ധമായി തുറന്നു പറയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കുക എന്നതല്ലേ നിനക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ട്, അതിനെക്കുറിച്ച് നിനക്ക് എത്ര സൂക്ഷ്മമായിട്ട് അറിയും? എന്നിട്ട് ഞാൻ ഒരുപാട് ദിവസങ്ങളോളം പിന്നെ വയൽ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങളോളം വയന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മുഴുവൻ കാര്യങ്ങളും, എന്നിട്ടും ആദ്യമൊന്നും ഒരിക്കലും എൻ്റെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റേണ്ട അവസാനം അള്ളാഹുവിൻ്റെ തൗഫീഖോട് എന്തോ
എന്നെ സഹായിച്ചെന്ന പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മനസ്സ് മാറുക. അപ്പൊ അയാളും ഭാര്യയും മാറിയതാ. അയാൾ ആദ്യം മാറി, പിന്നെ ഭാര്യയും മാറി. അങ്ങനെ കൂട് വിട്ട് പലരും ഇറങ്ങിക്കഴിഞ്ഞു. ഒരമൗലവി അദ്ദേഹത്തിന്റെ ഒരു ലേഖനം വായിച്ചു ഞാൻ. അയാൾ പറയുന്നത്, പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ഇസ്തിഗാസയെ പറ്റിയുള്ള പ്രസംഗം കേട്ട് ഞാൻ ആവേശം കൊണ്ടു. പിന്നെയാണ് ഞാനൊരു മൗലവിന്റെ പ്രസംഗം കേട്ടത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഫുതൂഹുൽ ഗൈബ് തന്നെ മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു കിതാബ് ഉദ്ധരിച്ചു. അപ്പോഴാണ് ഞാനത് ആദ്യമായിട്ട് കേട്ടത്. മുമ്പ് കേട്ടിട്ടില്ല. മുമ്പ് വിചാരിച്ച എന്റെ ഒരു പ്രസംഗം കേൾക്കുമ്പോഴേക്ക് എല്ലാ കിതാബും കേട്ടു എന്നാ അങ്ങനെ കേട്ടത്. ഞാനതെന്റെ ഒരു ഉസ്താദിനോട് പോയിട്ട് അർത്ഥം വെപ്പിച്ചു. അപ്പൊ മൗലവി വെച്ച പോലെ തന്നെ ഉസ്താദും വെച്ചത്. അപ്പൊ മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബിൽ ഫുതൂഹുൽ ഗൈബ് തന്നെ പറയുന്നത് സഹായം അള്ളാഹിനോടല്ല തേടാൻ പാടില്ല. ഇത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ മുജാഹിദായി. ഞാൻ അതേ എടമുട്ടത്ത് വെച്ചും അതുപോലെ മഞ്ചേശ്വരത്ത് വെച്ചും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം കിതാബായ കിതാബുൽ ഗുന്യത്തെടുത്ത് ഉദ്ധരിച്ചില്ലേ? ആ കിതാബിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടാൻ, തവസ്സുൽ ചെയ്യാൻ, വിളിച്ച് തേടാൻ അത് പുണ്യകർമ്മമാണെന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് ഈ കിതാബുൽ ഗുന്യത്ത് എന്ന കിതാബും എടുത്തിട്ട് നിന്റെ അതേ സക്കരിയ സലാഹിയില്ലേ, നിന്റെ മറ്റേ മൗലവി ഹനീഫ മൗലവിയില്ലേ, ഇടമുട്ടത്ത് നിന്ന് നമ്മൾ സഖാഫിയുടെ ലേഖനം വായിച്ചിട്ട് പകുതി കട്ട് വെച്ചിട്ട് ഞങ്ങളത് തൊണ്ടി സഹിതം പിടിച്ചപ്പോ അവിടെ വെച്ച് അതുവരെ തലേ കെട്ടാതെ അത് പിടിച്ചപ്പോ ഉടനെ തലപ്പാവ് ധരിച്ച് സുന്നിയുടെ വേഷം കെട്ടിയ ജബ്ബാർ മൗലവിയില്ലേ, അതൊക്കെ എന്റെ നാദാവര സീഡിയിൽ നിങ്ങൾക്ക് കാണാം. ആ അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹം അടക്കമുള്ള സ്റ്റേജില് ഞാൻ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഇസ്തിഗാസക്ക് തെളിവുദ്ധരിച്ചിട്ട് അതൊന്ന് തുറന്നു നോക്കാൻ, അതൊന്ന് നേർക്ക് നേരെ വന്നപ്പോ പരിശോധിക്കാൻ നിങ്ങളെ മൗലൈമാര് തുനിഞ്ഞില്ലല്ലോ. കാരണം കള്ളി വെളിച്ചത്താകുമെന്നത് കൊണ്ടല്ലേ, സംവാദമായത് കൊണ്ടല്ലേ. അതുകൊണ്ട് ആ ലേഖനം എഴുതിയ പടുജാഹിലിനോട് ഞാൻ പറയുന്നു, എന്റെ പ്രസംഗം മുമ്പ് കേട്ടവനാണ് നീ എങ്കിൽ നിന്റെ ഈമാനെ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഈ പാവപ്പെട്ട എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ? അല്ല, നീ സ്വർഗത്തിലേക്ക് അങ്ങ് കയറുകയാണെങ്കിൽ എന്നെയും കൂടി അങ്ങ് കൂട്ടിക്കൂടായിരുന്നു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇസ്തിഗാസക്കെതിരാണോ? മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഞാൻ വായിക്കട്ടെ, നീണ്ടതാണ്. ചുരുക്കി പറയാണ്, ഫൈദാ മന്നല്ലാഹു തആല ബിൽ ആഫിയത്തി വഖദിമൽ മദീന, അല്ലാഹു ആഫിയത്ത് കൊടുത്തിട്ട് ഒരാൾക്ക് മദീനത്തെത്താൻ കഴിഞ്ഞാൽ ഫൽ മുസ്തഹബ്ബു ലഹു അൻ യതിയ മസ്ജിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് പോകണം. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിനെ സംബന്ധിച്ച് അവസാനം പറയുന്നു, സുമ്മ യത്തിൽ ഖബ്റ, പിന്നെ റസൂലുള്ളാഹിന്റെ ഖബറിങ്ക ചെല്ലണം. വല്യകുൻ ബിഹിദാഹി ബൈനഹു വബൈനൽ ഖിബ്ലതി വയജ്അല ജിദാറൽ ഖിബ്ലതി ഖൽഫ ളഹ്രിഹി വൽ ഖബ്റ അമാമഹു തിൽഖാ വജ്ഹിഹി വൽ മിൻബർ അൻ യസ്അരിഹി വല്യകും മിമ്മാ യലിൽ മിൻബറ വല്യഖുൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് اللهم آت سيدنا محمدا الوسيلة والفضيلة والدرجة الرفيعة والمقام المحمود الذي وعدته اللهم صل على روح محمد في الأرواح وصل على جسده في الأجساد كما بلغ رسالتك وتلا آياتك وصحب بحمدك وجاهد في سبيلك وأمر بطاعتك ونهى عن معصيتك وعادى عدوك ووالى وليك وعبدك حتى أتاه اليقين وعبدك حتى أتاه اليقين اللهم إنك قلت في كتابك لنبيك ولو أنهم إن ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് റസൂലുള്ളാഹിനോട് റെക്കമെൻഡിന് ആവശ്യപ്പെടുന്ന ആ കാര്യം അത് ആവശ്യമാണെന്ന് ഖുർആൻ പറയുന്ന, ഞാൻ മഞ്ചേശ്വരം സംവാദത്തിൽ വെച്ച് നിങ്ങളെ പരിഭാഷ വായിച്ച് സമർത്ഥിച്ച ആ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിങ്കൽ വെച്ച് ഓതിയിട്ട് റസൂലുള്ളാഹിനോട് എന്താ പറയേണ്ടത്?
നീണ്ട സ്വലാത്തി ചൊല്ലിയിട്ട് എന്താ പറയേണ്ടത്? അല്ലാഹുവേ, നിന്റെ നബിന്റെ അടുക്കൽ ഞാൻ തൗബ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. മുസ്തഗ്ഫിറൻ, പാപം പൊറുക്കലിനെ തേടുന്നവനായി വന്നിരിക്കുകയാണ്. ഫസ്അലുക അൻ തൂജിബ ലീ അൽ മഗ്ഫിറത കമാ വജബ്തഹാ ലിമൻ അതാഹു ഫീ ആലി ഹയാതിഹി. നബിയുടെ ഹയാത്ത് കാലത്ത് വരുന്നത് പോലെ തന്നെയാണ് വഫാത്തിന്റെ കാലത്തുള്ള വരവും. അതുകൊണ്ട് വഫാത്തിന്റെ കാലത്ത് വന്ന എന്നെ ഹയാത്തിന്റെ കാലത്ത് വന്നതുപോലെ തന്നെ ആക്കി തരണം അല്ലാഹ്. എന്നിട്ട് ഹയാത്ത് കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വെച്ച് പാപം സമ്മതിച്ചു പറയുകയും ഫദഅലഹു നബിയുഹു, എന്നിട്ട് നബി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഫഗഫർത ലഹു, നീ പുറത്തു കൊടുക്കലുണ്ടല്ലോ അല്ലാഹ്. ഇപ്പൊ വഫാത്തിന് ശേഷം ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നവനാണ്. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക അലൈഹി സലാമുക നബിയ്യിർ റഹ്മ. നബി അതാ അല്ലാഹുവേ, ഞാൻ നിന്റെ നബിയെ അടയാളനാക്കി നിന്നിലേക്ക് വന്നു. അത് റഹ്മത്തിന്റെ നബിയാണ്. പോരാ, കേട്ടോ, ഉന്നത്ത് കേട്ടിട്ടാണ് നീ സുന്നത്തിയമായത്ത് വിട്ടതെങ്കിൽ, മുഹീദ്ദീൻ ശൈഖിന്റെ ഫതുഹുൽ ഗൈബ് കേട്ടിട്ടാണ് വിട്ടതെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന്റെ ഉന്നത്ത് കേട്ടോ. റസൂലുള്ളാഹിനെ വിളിക്കൽ സുന്നത്താണെന്നാ പറയുന്ന മുഹീദ്ദീൻ ശൈഖ്. യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി. അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ തങ്ങളെ അടയാളനാക്കി റബ്ബിലേക്ക് മുന്നിടുന്നു നബിയേ. ലിയഗ്ഫിറ ലീ ദുനൂബി, അല്ലാഹ് എന്റെ ദോഷം പൊറുക്കാനാണ് നബിയേ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചു തന്നെ പറയണമെന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്യത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? പിന്നെ ഫതുഹുൽ ഗൈബിൽ എന്താ പറഞ്ഞത്? അത് നിന്റെ മുജാഹിദ് മൗലവിമാർക്ക് അത് മനസ്സിലായില്ല. ഫതുഹുൽ ഗൈബിന്റെ കയ്യിലുണ്ട്, ഒന്നല്ല ഒന്നിലധികം കോപ്പി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഫതുഹുൽ ഗൈബിലുള്ള വിഷയം അത് ഇസ്തിഗാസക്കെതിരല്ല മൗലവിമാരെ. ഫതുഹുൽ ഗൈബിൽ പറഞ്ഞത് യാചിക്കാൻ പാടില്ല എന്നാണ്. മുതലാളിമാരെ ബാധിക്കെ പോയി യാചിക്കാൻ പാടില്ല. അന്തസ്സോടെ പണിയെടുത്ത് ജീവിക്കണം, അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കണം. എന്ത് സങ്കടമുണ്ടെങ്കിലും നിങ്ങൾ മറ്റൊരാളോട് യാചിക്കരുത്. യാചനയെ നിരുത്സാഹപ്പെടുന്ന വാചകങ്ങളാണിത്. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്ന ഇസ്തിഗാസയെ കുറിച്ചോ തവസ്സുലിനെ കുറിച്ചോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എതിര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫതുഹുൽ ഗൈബ് ഓതി പഠിക്കാതെ, ആലിമീങ്ങളിൽ നിന്ന് മനസ്സിലാക്കാതെ അബദ്ധം പറ്റിയെങ്കിൽ തൗബ ചെയ്തടോ, ആഖിറം രക്ഷപ്പെടുത്തിക്കോ. അള്ളാഹിനോട് ദുനിയാവിലാരും ചോദിക്കേണ്ടെന്നുണ്ട്. ഇതിനപ്പുറം അത് സൂഫിയാക്കൾ ആരിഫീങ്ങൾ അവരുടെ മർത്തബ അനുസരിച്ച് മുരീദന്മാർക്ക് മശായിഖന്മാര് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ അതുണ്ടോ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നു. ഞാൻ ആവശ്യമുള്ളവർ ചോദിക്കട്ടെ, അപ്പോൾ പറയാം. ഞാൻ ആ ഇബാറത്തുകളൊന്ന് എടുത്തു കാണിച്ചു കൊണ്ടങ്ങ് പോകുന്നു. സ്ക്രീനിലതാ കാണിക്കുന്നു. ദുനിയാവിന്റെ കാര്യം ചോദിക്കണ്ടെന്ന് അവിടെ ഇല്ലേ? മുതലാളിമാരെ വാതിൽക്കൽ യാചിക്കാൻ പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ സഹോദരന്മാരെ, അള്ളാഹുവിലേക്ക് മനസ്സ് പൂർണ്ണമായി തിരിക്കണമെന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ മൗലവിമാര് ചെയ്തിട്ടുള്ളത്? എന്നിട്ട് അതേ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ പറഞ്ഞില്ലേ മൗലവിമാരെ, ഭക്ഷണം അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. പ്രയാസമുണ്ടാകുന്ന സമയത്ത് സൃഷ്ടികളോട് ചോദിച്ചാൽ തന്നെ അല്ലാഹ് നിനക്ക് റിസ്ക് തന്നേക്കും എന്ന് വരെ സൃഷ്ടികളോട് ചോദിക്കാം എന്ന വാചകവും അതേ ഫതുഹുൽ ഗൈബിൽ തന്നെ ഇല്ലേ? ഔലിയാക്കളെ കിതാബ് നോക്കി വായിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത നിങ്ങളതെന്തിനു നോക്കാൻ പോയി മൗലവിമാരെ? ഇസ്തിഗാസയല്ലേ നിങ്ങളെ വലിയ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വഫാത്തിന് ശേഷം സഹായം ചോദിക്കുന്നതല്ലേ നിങ്ങളെ വലിയ പ്രശ്നം? എന്നാ മൗലവി, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായി നിങ്ങൾ പരിചയപ്പെടുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഈ ഗ്രന്ഥത്തിലല്ലേ പറഞ്ഞത് നബിദിനം കഴിച്ചാൽ പുണ്യമുണ്ട്, ആഖിറത്തിൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞത്? അത് ഖുർആൻ പോലെയല്ലേ മൗലവിമാരെ? പിന്നെ എന്തിനേ നിങ്ങൾ ഇവിടെ ഈ തെക്കൻ ജില്ലയിൽ നബിദിനവും മൗലിദും
കൊണ്ടാടുമ്പോ എന്തിനാണ് എതിർക്കാൻ നടക്കുന്നത്? ഇല്ലാന്ന് നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? ഇബ്നു തൈമിന്റെ കിതാബിലില്ലേ ഫതഅദീബു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിഖാദുഹു മൗസിമൻ എന്ന് പറഞ്ഞിട്ട് ഖദ് യഫഅലുഹു ബഅദുന്നാസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വലഹു അജ്റുൻ അദീമുൻ ഇൻദല്ലാഹ്, മൗലിദ് കഴിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് നിങ്ങളെ ഇബ്നു തൈമിന്റെ കിതാബിലില്ലേ? അത് ഖുർആൻ പോലെയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ? ഇനി ചോദിക്കട്ടെ, ഇതേ ഇബ്നു തൈമിയ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീമിൽ എഴുതിയത് എന്താണ്? ഖബറിന്റെ അടുക്കൽ കറാമത്ത് നടക്കുന്നു എന്നല്ലേ? ഖബറിന്റെ അടുക്കൽ ജിന്നുകളെ പിടിച്ച് കെട്ടുന്നു എന്നല്ലേ? ഖബറിന്റെ അടുക്കൽ അമ്പിയാക്കളെ ഔലിയാക്കളെ മഖ്ബറയിൽ ബറക്കത്തിറങ്ങുന്നു എന്നല്ലേ? നിങ്ങൾ മഖ്ബറ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ കൊള്ള കുതിര കയറുന്നത് എന്തിന്? ഞാൻ വായിക്കട്ടെ. വകദാലിക മാ യുദ്കറു മിനൽ കറാമാതി വഖവാരിഖിൽ ആദാതില്ലതി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീന മിസ്ല നുസൂലിൽ അൻവാരി വൽ മലായികതി ഇൻദഹാ വതവഖ്തു الشيطان والبهائم لها واندفاع النار عنها وعمن جعبرها وشفاعة بعضهم في جيرانه من الموتى واستيباب الاندفان عند بعضهم وحصول الانس والسكينة عندها ونزول العذاب بمن استهان بها فجنس هذا حق ليس ما نحن فيه. മക്കളെ, ഔലിയാക്കൾ അമ്പിയാക്കളെ മക്ബറയിൽ മലക്കുകൾ ഇറങ്ങലുണ്ട്, പ്രകാശമിറങ്ങലുണ്ട്, അവിടെ ശൈത്താനെ പിടിച്ച് കെട്ടലുണ്ട്, അവിടെ അവർ ശഫാഅത്ത് ചെയ്യലുണ്ട്, അതിന്റെ അടുക്കൽ മറവ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഔലിയാക്കളെ മക്ബറയിൽ സമാധാനം കിട്ടുന്നുണ്ട്. ഔലിയാക്കളെ മക്ബറയെ നിസ്സാരപ്പെടുത്തിയവർക്ക് അദാബ് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഹക്കാട് ജനങ്ങളെ, ഞാനതല്ല ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതാ ഇബ്നു തൈമിയ പറഞ്ഞില്ലേ, വമാ ഫീ ഖുബൂരിൽ അംബിയാഇ വസ്സാലിഹീന മിൻ കറാമത്തില്ലാഹി വറഹ്മതിഹി വമാ ലഹാ ഇൻദല്ലാഹി മിനൽ ഹുർമതി വൽ കറാമതി ഫൗഖ മാ യതവഹമുഹു അക്സറുൽ ഖൽഖി. അംബിയാക്കൾ ഔലിയാക്കൾ മഖ്ബറയുടെ സമീപത്തുള്ള കറാമത്ത്, അതിനുള്ള ബഹുമാനം, അതിനുള്ള കറാമത്ത് അധിക പേരും ചിന്തിക്കുന്നതിന്റെ ഒക്കെ എത്രയോ കൂടുതലാണ് എന്ന് ഇബ്നു തൈമിയ പറഞ്ഞില്ലേ? ആ ഇബ്നു തൈമിയ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മഖ്ബറയിൽ പോയി സഹായം ചോദിച്ച ആൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സഹായം കൊടുത്തു എന്ന് സമ്മതിച്ചില്ലേ? വകദാലിക സുആലു ബഅദിഹിം ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഗൈരി ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹാജതുഹു ഫതുഖ്ലാ ലഹു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചിട്ട് ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടു പോയി. ഫൈന ഹാദാ ഖദ് വഖഅ കസീറൻ, അത് ധാരാളം സംഭവിച്ചിട്ടുണ്ടെന്ന് ഇബ്നു തൈമിയ പറഞ്ഞില്ലേ? എന്നിട്ട് അവസാനം അയാൾ പറഞ്ഞത് എന്താണ്? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്ബറയിൽ നിന്ന് സഹായം കൊടുക്കാനുള്ള കാരണം അക്സറു ഹൗലായി സായിലീനൽ മുലിഹീന ലിമാഹും ഫീഹി മിനൽ ഹാലി ലൗ ലം യുജാബു ലതറബ ഈമാനുഹു കമാ അന്ന സായിലീന ലഹു ഫിൽ ഹയാതി കാനൂ കദാലിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് എന്തെങ്കിലും ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആ റസൂലുള്ളാഹിനോട് മനോവിഷമമുണ്ടായതിനാൽ ഈമാൻ തെറ്റിപ്പോകുന്നത് പോലെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടിട്ട് റസൂലുള്ള കൊടുത്തില്ലെങ്കിൽ ഈമാൻ തെറ്റിപ്പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഖബറിൽ നിന്ന് റസൂലുള്ള സഹായം നൽകിയതെന്ന് ഇബ്നു തൈമിയ പറഞ്ഞില്ലേ? ഞാനൊരു ചെറിയ ചരിത്രം ബറക്കത്തിന് പറയുന്നു. ഇമാം ഇബ്നു അസാക്കിർ തങ്ങൾ ഉദ്ധരിക്കുന്ന അതാ ഒരു ചരിത്രം. ബഹുമാനപ്പെട്ടവർ മക്കയിൽ ഹറമിന്റെ സമീപത്തെത്തി. ളുഹറിന്റെയും അസറിന്റെയും ഇടക്കാണ്. ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഞാൻ അവിടെ ക്ഷീണത്തോടെ ഇങ്ങനെ നിൽക്കുന്നു, എനിക്ക് തല കറങ്ങുന്നു. അപ്പോൾ ഞാൻ മെല്ലെ അവിടെ ഇരുന്നു. ഫൈദാ ബിറജുലിൻ മിൻ അഹ്ലിൽ ബിദ്അത്തി മഅറൂഫുൻ ബിഹാ ജാഅ വനസറ മുസല്ലാ. മുസല്ലയും പിരിച്ചിട്ടൊരു പുത്തൻവാദിക്കൊരു പുതിയ നിസ്കാരം. അത് കണ്ടപ്പോ എന്റെ മനസ്സിന് വേദന തോന്നി. ഇക്കണ്ട അലിമീങ്ങളെ മുഴുവനും തള്ളിയിട്ട് ഇവനെന്തേണ് ഒരു പുതിയ നിസ്കാരം, ഇവനെന്തേ ഒരു പുതിയ രൂപം എന്നെനിക്ക് തോന്നി. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചതാണ്, ലൈതകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ ഫീമാ ബൈനനാ. റസൂലുള്ള ഞങ്ങളെ കൂട്ടത്തിൽ ബാഹ്യമായ ലോകത്ത് തന്നെ ഹയാത്തിലുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കാമായിരുന്നു ഇവർ ഈ പുത്തൻവാദികൾ ചെയ്യുന്ന നെറികേട് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ അതാ എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറക്കം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇടക്കൊന്നങ്ങ് കണ്ണു ചിമ്മിപ്പോയി.
പോയി. ഞാൻ ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴതാ ഞാൻ കാണുന്നു ഒരു വിശാലമായ മൈതാനി. അവിടെ കുറെ ജനങ്ങളുണ്ട്. ആ ജനങ്ങളൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. എല്ലാരെ കയ്യിലും ഓരോ കിതാബുകളുണ്ട്. എല്ലാരും ഹൽഖയായി വട്ടമിട്ട് നിൽക്കുന്ന ഒരാളടുക്കല. ഫസഅൽതുന്നാസ അൻ ഹാലിഹിം, ഞാൻ ചോദിച്ചു എന്താണ് ഈ ആൾക്കാരൊക്കെ ഓരോ കിതാബും പിടിച്ചു നിൽക്കുന്നത്? അതേ വഅമ്മൻ ഫിൽ ഹൽഖതി, വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മധ്യത്തിൽ ആരാണുള്ളത്? ഖാലൂ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. യുരീദൂന അൻ യഖറഊ മദാഹിബഹും, മഹാന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ അവരെ മദ്ഹബുകൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ കിതാബും എടുത്തു വന്നതാണ്. വഇഅ്തിഖാദിഹിം, അതേ മദാഹിബഹും വഇഅ്തിഖാദുഹും, അവരെ വിശ്വാസങ്ങൾ എന്താണെന്നൊന്ന് കേൾപ്പിക്കാൻ വന്നതാണ്. മിൻ കുതുബിഹിം, അവരെ കിതാബുകളും എടുത്തിട്ട് ഇമാമിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. വല്ലതും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കേട്ട് അവരെ സഹീഹാക്കാൻ വേണ്ടി പോവുകയാണ്. ഖാല ഫബൈന അന കദലിക, ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ അതാ ഇത് ജാഅ വാഹിദും മിൻ അഹ്ലിൽ ഹൽഖ, ഹൽഖയുടെ ആൾക്കാരെ കൂട്ടത്തിൽ ഒരാളതാ വരുന്നു. വബിയദിഹി കിതാബുൽ, ആവേശത്തോടെ വരുന്ന ആ മഹാന്റെ കയ്യിൽ ഒരു കിതാബുണ്ട്. ഖീല ഇന്ന ഹാദാ അശ്ശാഫിഈ റളിയല്ലാഹു عنه فرد عليه الجواب ورحب به. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞപ്പോൾ മർഹബാ മർഹബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സ്വാഗതം പറയുന്നു, സ്വീകരിക്കുന്നു. ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഇങ്ങനെ നോക്കി. ഇമാം ഷാഫിഈ ബൈന യദൈഹി വഖറഅ മിനൽ കിതാബി മദ്ഹബഹു വഇഅ്തിഖാദഹു അലൈഹി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ കിതാബ് വായിച്ചു കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അംഗീകാരം കൊടുത്തു. മദ്ഹബാണ് ഭിന്നിപ്പുണ്ടാക്കിയതെന്ന് മൗലവി വന്നിട്ട് ഈ തെക്കൻ ജില്ലയിൽ വെച്ച് പറഞ്ഞില്ലേ? മദ്ഹബ് ഭിന്നിപ്പാണോ? മദ്ഹബിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പ്രസംഗിച്ച കേസറ്റുകളുണ്ട്, കേൾക്കാൻ ശ്രമിക്കണം ചെറുപ്പക്കാരെ. എന്നിട്ട് പിന്നാരാ വരുന്നു? അതാ ബഅദദാലിക ശഖ്സുൻ ആഖറു, പിന്നെ അതൊരു വലിയ മഹാൻ വരുന്നു. ഞാൻ നോക്കി ആരാണ്? ഖീല ഹുവ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അത് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവിടുത്തെ കയ്യിലുമുണ്ട് കിതാബ്. സലാം ചൊല്ലി ശാഫി ഇമാം തങ്ങളെ സമീപത്ത് തന്നെ ഇരുന്നു. അവര് ഭിന്നിപ്പുകാരല്ല, അവരൊരൊറ്റ മതത്തിന്റെ നേതാക്കളാണ്, ഒരൊറ്റ മതത്തിന്റെ നേതാക്കളാണ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തിരുന്നു. അങ്ങനെ എല്ലാവരും അവരെ കയ്യിലെ കിതാബ് വായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കുറഞ്ഞ ആളുകളെ ബാക്കിയുള്ളൂ. ഇമാമിങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒരു മൗലവി വരുന്നു. ആ മൗലവി വന്നത് എങ്ങനെയാണ്? അതും കേട്ടോളൂ നിങ്ങള്. ഫലമ്മാ ഫറഗൂ ഇദാ വാഹിദും മിനൽ മുബ്തദിയത്തിൽ മുനഖബത്തി ബിറാഫിദത്തി ഖദ് ശാഅ വഫീ യദിഹി കരാരീസു ഗൈറു മുജല്ലദത്തിൻ ഫീഹാ ദിക്റു ഖായിദിഹിൽ ബാത്തില. ഈ മൗലവി വരുന്നത് കയ്യിൽ കിതാബില്ല, കുറച്ച് കടലാസുകളുണ്ട്, ബൈൻഡ് ചെയ്യാത്ത കുറച്ച് കടലാസും കുറിപ്പുകളുമാണ്. ഞാൻ ഡയറി കുറിച്ചതാന്ന് പറഞ്ഞില്ലേ മുമ്പ്? കുറച്ച് കടലാസും പിടിച്ച് വരികയാണ്. കാരണം ബൈൻഡ് ചെയ്തൂടാ, കാരണം ഇടക്കിടക്ക് ഇത് മാറ്റേണ്ടതാണ്. ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയണം, മറ്റന്നാൾ അതൊന്ന് മാറ്റി പറയണം. ബഹ്റൈനിൽ നിന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് പറഞ്ഞുകൂടാ, കേരളത്തിൽ നിന്ന് തന്നെ തെക്കൻ ജില്ല എന്ന് പറയുന്നത് നാദാപുരത്ത് പറഞ്ഞുകൂടാ. അങ്ങനെയല്ലേ ആശയം? അതുകൊണ്ട് തന്നെ കയ്യിൽ കിതാബില്ല, കുറച്ച് കടലാസും പിടിച്ചാണ് ഒരു മൗലവി വരുന്നത്. റാഫിദിയത്തിൽപ്പെട്ടവനാണ്. ഞാൻ വെറുതെ പറയില്ല, കിതാബിലുള്ള കാര്യമാ പറയുന്നത്. പക്ഷെ അതിപ്പോഴത്തെ മൗലവിമാർക്ക് ഫിറ്റ് ആകുന്നുണ്ടെന്ന് മാത്രം.
സമീപം. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഹൽഖയിലേക്ക് കടക്കാനാണ് അയാളെ വരവ്. ഇമാമിങ്ങളെ കൂടെയുള്ള ഹൽഖയിൽ കടക്കാൻ അവനിങ്ങ് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവന്റെ കടലാസ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഇമാമിങ്ങളെ ഈമാന് കണ്ടോ? ഫഖറജ വാഹിദും മിമ്മൻ കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ഒരു ഇമാമ് അതാ ഹൽഖൻ നിങ്ങട്ട് പുറപ്പെട്ടല്ലോ. പുറപ്പെട്ടിങ്ങ് വന്നിട്ട് വസജറഹു വഅഖദൽ കരാരീസ മിൻ യദിഹി വറമാഹാ ഇലാ ഖാരിജിൽ ഹൽഖ വതറദഹു വഅഹാനഹു. അവന്റെ കയ്യിലെ കടലാസ് പിടിച്ചിങ്ങ് വാങ്ങി ഒരു ഇമാമ്. കയ്യിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിന്ന് ആ കടലാസ് കൈകൊണ്ട് പിടിച്ചിങ്ങ് വാങ്ങി ഒരു കടലാസും കൊണ്ട് ഇമാമിങ്ങളെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് കയറി വരുന്ന നീ ആരടാ? കടലാസ് പിടിച്ചിങ്ങ് വാങ്ങിയിട്ട് പോടാ 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 എന്ന് പറഞ്ഞിട്ട് ആ പുത്തൻവാദിയെ ആട്ടി അങ്ങോട്ട് ഓടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇമാമിങ്ങളെയും സദസ്സിൽ വെച്ച് അങ്ങനെ ഞാൻ നോക്കുമ്പോ ഓരോ ഇമാമിങ്ങളും വായിച്ചു തീർന്നു. പുത്തൻവാദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ പ്രവേശനമില്ല, ഇമാമിങ്ങളെ സദസ്സിലേക്ക് പ്രവേശനമില്ല. അതേ ആട്ടിയങ്ങോടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്, വല്ലാത്ത കാരുണ്യമുള്ള നേതാവാണ്. പക്ഷേ അവിടുത്തെ മുമ്പല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയെടുത്ത ദീനുൽ ഇസ്ലാമിനെ ഇഞ്ചിഞ്ചായി നുറുക്കി നശിപ്പിച്ച മൗലവിമാരോട് കാരുണ്യം കാണിച്ചുകൂടല്ലോ. ആട്ടി ഓടിക്കപ്പെടേണ്ടവർ തന്നെയല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഒന്നും പറഞ്ഞില്ല, ഇമാമിങ്ങൾ അവനെ ആട്ടി ഓടിച്ചു. ഫലമ്മാ റഅയ്തു അന്നൽ ഖൗമ ഖദ് ഫറഗൂ, എല്ലാവരും കിതാബ് വായിച്ചു കഴിഞ്ഞല്ലോ. വമാ ബഖിയ അഹദുൻ യഖറഉ അലൈഹി ശൈഅൻ, ഇനി ആരും വായിക്കാനില്ലല്ലോ. തഖദ്ദംതു ഖലീലൻ, ഞാൻ അല്പമൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൽഖയിലേക്ക് അങ്ങ് കാലി വെച്ചു. വകാന ഫീ യദി കിതാബുൻ മുജല്ലദുൻ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു കിതാബുണ്ട്. ഫനാദൈതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. വഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദൽ കിതാബു മുഅ്തഖദി വ മുഅ്തഖദു അഹ്ലി സുന്നah, ഈ കിതാബ് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളുള്ള കിതാബാണ്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമുള്ള വിശ്വാസമാണ്. ലൗ അദിൻത ലീ, തങ്ങളൊന്ന് എനിക്ക് സമ്മതം തന്നാൽ ഹത്താ അഖറഉ അലൈക, ഞാൻ തങ്ങൾക്ക് അതങ്ങ് വായിച്ചു കേൾപ്പിക്കാം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വഇശ് ദാലിക, റസൂലുള്ളാഹി ചോദിച്ചു ഐശ് ദാക, ഏതാണ് ആ കിതാബ്? ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഹുവ ഖവാഇദുൽ ലഖായിദിൽ ലദീ സന്നഫഹുൽ ഗസ്സാലി, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബാണ് ഖവാഇദുൽ ലഖായിദാണ്. ആ ഇമാം ഗസ്സാലി തങ്ങളുടെ കിതാബാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഅദിന ലീ ഫിൽ ഖിറാ, വായിക്കൂ. ഇമാമിന്റെ കിതാബല്ലേ, വായിക്കൂ. ഫഖഅത്തു വബതദഉതു, ഞാനും ഹൽഖയിൽ ഇരുന്ന് കിതാബ് വായന തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കിതാബ് ഖവാഇദുൽ ലഖായിദി വഫീ അർബഅത്ത് ഫുസൂൽ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ വായിച്ചു. ഞാൻ അങ്ങനെ വായിച്ചിട്ട് അല്ലാഹുവിനെ കുറിച്ച് വിവരിക്കുന്ന സ്ഥലമെത്തി. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മുജാഹിദ് പറയും പോലെ അല്ലാഹ് തടിയാണോ? അല്ലാഹു തആല കയറുകയും ഇറങ്ങുകയുമാണോ? ഇറങ്ങുമെന്ന് നിങ്ങൾ ഇറങ്ങി വരുമെന്ന് നിങ്ങൾ പറഞ്ഞത് അൽമനാറിലില്ലേ? എന്നാൽ وأنه ليس بجسم مصور ولا جوهر محدود مقطورات أي ماثل الأجسام لا في التقدير ولا في قبول الانقسام. അല്ലാഹു തആല ശരീരമല്ല, തടിയല്ല എന്നിങ്ങനെ പറഞ്ഞ് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ വലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ആരുമില്ല അതിങ്ങനെ പറഞ്ഞു. വഅന്നഹു ഇസ്തവാ, അതേ അതിങ്ങനെ വിശദീകരിച്ചിട്ട് വലാഹു കമിസ്ലി ശൈഇൻ വഅന്നഹു ലാ യുഹദ്ദുൽ മിഖ്താർ വലാ തഹ്വീൽ അഖ്താർ വലാ തുഹീതു ബിൽ ജിഹാത്ത്, അല്ലാഹുവിനെ
മേലെ താഴെ മുന്ന് പിന്ന് എടുത്ത് വലത്ത് അങ്ങനത്തെ ഭാഗങ്ങളൊന്നുമില്ല. അള്ളാഹുവിനെ ഭാഗങ്ങൾ വലയം ചെയ്യൂല. അള്ളാഹു ഒരു സ്ഥലത്തല്ല. വലാ തക്തനിഫുൽ അർദൂന വസ്സമാവാതു. അള്ളാഹ് ആകാശത്തിലാണെന്നോ ഭൂമിയിലാണെന്നൊന്നും പറയാൻ പാടില്ല. വഅന്നഹു ഇസ്തവാ അലൽ അർശ്. അല്ലാഹ് ഇസ്തവാ അലൽ അർശ് അലൽ വജ്ഹിൽ ലദീ ഖാലഹു. അല്ലാഹ് പറഞ്ഞതുപോലെ ഇസ്തവാ അലൽ അർശ് വബിൽ മഅന അല്ലദീ അറാദഹു. അല്ലാഹ് ഉദ്ദേശിച്ച മഅനക്ക് ഇസ്തവാ അലൽ അർശ്. അല്ലാഹ് ഉദ്ദേശിച്ച അർത്ഥത്തിന് ഇസ്തവാ അലൽ അർശ്. വഅന്നഹു ഇസ്തവാ അലൽ അർശ് അലൽ വജ്ഹിൽ ലദീ ഖാലഹു. അല്ലാഹ് പറഞ്ഞതുപോലെ വബിൽ മഅന അല്ലദീ അറാദഹു. അല്ലാഹ് ഉദ്ദേശിച്ച അർത്ഥപ്രകാരം ഇസ്തിവാഅൻ മുനസ്സഹൻ അനിൽ മുമാസത്തി. ആ ഇസ്തിവാ എന്നത് തൊടുന്ന ഇസ്തിവാ അല്ല. വൽ ഇസ്തിഖറാർ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന ഇസ്തിവാ അല്ല. വത്തമക്കുനി സ്ഥലം പിടിക്കുന്ന ഇസ്തിവാ അല്ല. വൽ ഹുലൂൽ ഇറങ്ങുന്ന ഇസ്തിവാ അല്ല. വൽ ഇന്തിഖാൽ മേലെ നിന്ന് താഴോട്ടേക്ക് നീങ്ങുന്ന ഇസ്തിവാ അല്ല. ലാ യഹ്മിലുൽ അർശു. അർശ് അല്ലാഹനെ ചുമക്കുന്നില്ല. ബലിൽ അർശു ഹമലതുഹു മഹ്മൂലൂന ബിലുത്ഫി ഖുദ്റതിഹി. അല്ലാഹുവിന്റെ അർശും മറ്റുള്ള എല്ലാം അല്ലാഹുവിന്റെ ലുത്ഫ് കൊണ്ട് വഹിക്കപ്പെടുന്ന സംഗതികളാണ്. അല്ലാഹനെ വഹിക്കുന്ന ഒരു അർശില്ല. അല്ലാഹുവിനെ താങ്ങുന്ന ഒരു അർശില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതിയത് ഞാൻ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വായിച്ച് ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. അങ്ങനെ വായിച്ചിട്ട് ഞാൻ വായിച്ചു ഹുവ ഫൗഖൽ അർശ്. അല്ലാഹു അർശിന്റെ മേലെയാണ്. മേലെയാണെന്ന് പറഞ്ഞാൽ സ്ഥലം എന്ന നിലക്കുള്ള മേലെയല്ല. നമ്മൾ പറയലില്ലേ മേലുദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അയാൾ സ്ഥലം കൊണ്ട് മേലെയാണെന്നല്ലോ, സ്ഥാനം കൊണ്ട് മേലെയാണെന്നല്ലേ. ഇതുപോലെ റബ്ബിയൽ അഅ്ല, ഉന്നതനായ റബ്ബ്, മേലെയായ റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്ഥാനം കൊണ്ട് ഉന്നതനാണെന്നാണ്. അത് തന്നെയാണ് മഹാനവറുൽ പറഞ്ഞു ഫൗഖ കുല്ലി ശൈഇൻ, എല്ലാറ്റിന്റെയും മേലെയാണ് അല്ലാഹ്. ഇലാ തഖൂമിസ് സറാവ ഫൗഖിയത്തുൻ ലാ തുരീദു ലാ തസീദു ഖുർബൻ ഇലൽ അർശ് വസ്സമാ. ഒന്നുമായി അടുക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്ന ആ നിലക്കുള്ള മേലെയല്ല. വസ്സമാ ബൽ ഹുവ റഫീഉദ് ദറജാതി അനിൽ അർശ്. ഇങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെ ഇമാം ഗസാലി എഴുതി വെച്ചത് ഇങ്ങനെ വായിച്ച് ഞാൻ ഇങ്ങനെ പോയി. ഒന്നാം ഷഹാദത്തിന്റെ മാന ഇമാം ഗസാലി എഴുതി വെച്ചതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ രണ്ടാം ഷഹാദത്തിലേക്ക് കടന്നു. ഇമാം ഗസാലിയുടെ വാചകം തന്നെ ഞാൻ വായിക്കുകയാണ്. മാനൽ കലിമത്തി സാനിയത്തി വഹി ഷഹാദത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന ഷഹാദത്തുണ്ടല്ലോ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഇമാം ഗസാലി വിവരിക്കുന്നത് ഞാൻ വായിക്കുകയാണ്. ബഅസൻ നബിയ്യൽ ഉമ്മിയ്യൽ ഖുറശിയ്യ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിസാലതിഹി ഇലാ കാഫത്തിൽ അറബി വൽ അജ്മി വൽ ജിന്നി വൽ ഇൻസ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളിലേക്കും ഒരുപോലെ അയക്കപ്പെട്ട ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം ഇമാം ഗസാലി വിവരിച്ചത് ഞാൻ ഇങ്ങനെ വായിക്കുമ്പോ ഫലമ്മാ ബലഗ്തു ഇലാ ഹാദാ, ഇവിടെ എങ്ങെത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഞാനൊന്ന് നോക്കി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കുമ്പോ എന്തൊരു സന്തോഷമാണ് കളിയാടുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വിവരിച്ചത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. റഅയ്തുൽ ബശാശത വത്തബസ്സുമ ഫീ വജ്ഹി റസൂലില്ലാഹി ഫീ വജ്ഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സന്തോഷം മുഖത്തിങ്ങനെ കളിയാടുന്നു. ഇദന്തഹൈതു ഇലാ നാതിഹി വസിഫതിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് എഴുതിയത് ഞാൻ ഇങ്ങനെ വായിക്കും എന്തൊരു സന്തോഷമാണ്. നബി തങ്ങൾക്ക് ഫൽതഫത ഇലയ്യ, അവിടെ അങ്ങെത്തുമ്പോ റസൂലുള്ള എന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഉടനെ തന്നെ ഒരു ചോദ്യം, വഖാല ഐനൽ ഗസാലി, ഐനൽ ഗസാലി, ഇമാം ഗസാലി എവിടെ? സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു
സാധനങ്ങൾ